ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, സ്നേഹമുള്ള എല്ലാ ഇതിൽ കയറിയിരിക്കുന്ന ഇനി കയറാനുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നമ്മൾ വായിച്ചാണല്ലോ നമ്മൾ ഈ സ്റ്റേജിൽ എത്തിയത്, പഠിച്ചു അല്ലെ, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയ എല്ലാവർക്കും ഇതിന്റെ സാങ്കത്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ദൈവദിന ആചരിച്ചുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രന്ഥശാലകൾ സംഘടിപ്പിക്കുകയും അവയെ ഒരു ചട്ടക്കൂടിലാക്കുകയും ചെയ്ത നീലമ്പേര് സ്വദേശിയായ ശ്രീ PN പണിക്കർ സാറിനെ പ്രത്യേകം സ്മരിക്കുന്നു. അദ്ദേഹം കോട്ടയം ജില്ലയുടെ കുട്ടനാട് പ്രദേശത്തുള്ള ആ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട്. കഴിഞ്ഞ വർഷം ഇതിൽ കയറിയിരിക്കുന്ന ശോഭന മാഡം, ഞങ്ങൾ 1-2 പേര് ചേർന്ന് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു. നീലമ്പേര് പടയണിക്ക് ശേഷമുള്ള ദിവസമാണ് കണ്ടത്. അപ്പൊ അത് വളരെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ആചരണത്തില് ആരെ നമ്മൾ സ്മരിക്കുന്നുവോ ആ വ്യക്തിയുടെ ആ വീട് കണ്ടപ്പം തന്നെ വളരെ ഒരു ഉന്മേഷമായിരുന്നു. കാരണം എത്ര ഊർജദായകമായ ഒരു അനുഭൂതി അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ മീറ്റിങ്ങില് ഓൺലൈനായിട്ട് കയറിയിരിക്കുന്ന എല്ലാവരെയും, ഏകദേശം 16 പേരുണ്ടെന്ന് മനസ്സിലാക്കുന്നു, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ദിവസത്തില് അക്ഷര ദീപം അല്ലെങ്കിൽ അക്ഷരം എന്ന ആ ഒരു സ്വത്വത്തെ കുറിച്ച് നമ്മൾ എന്താണെന്ന് പറയുന്ന കാര്യങ്ങൾ വാമൊഴി വരമൊഴി ഒക്കെ രേഖപ്പെടുത്തിയ ആ കാര്യങ്ങളെ കുറിച്ചുള്ള വായിക്കുന്ന ദിവസം, ഡിജിറ്റൽ വേൾഡ് അല്ലെങ്കിൽ എഴുത്ത് ലോകം എല്ലാം ഉണ്ട്. അത് സ്വപ്ന ലോകമുണ്ട്, ഒന്നും കാണാത്ത ഫ്ലാഷ് ലോകമുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ടുള്ള നമ്മൾ അതിനെ ഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ വായിച്ച പുസ്തകത്തെക്കുറിച്ച് ഓരോരുത്തരും അവർ തങ്ങളുടെ അനുഭവക്കുറിപ്പ്, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം, പങ്കുവെക്കാൻ അവസരമുണ്ട്. പിന്നെ U3 എന്നത് 2023 മാർച്ച് 11 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഒരു പ്രായമായവരുടെ ഒരു കൂട്ടായ്മയാണ്. അത് 1973 തുടങ്ങിയ തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്റെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാമായിട്ട് ഇത് കൊണ്ടുപോകുന്നു. ഏകദേശം ഇപ്പോൾ 1 വർഷം 2 മാസമായി ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെ ജീവിക്കുകയും തുടർ പഠനങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. ഉദ്ദേശം ലക്ഷ്യമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും പ്രായമായവരാണ്. 55-56 വയസ്സിന് മുകളിലുള്ള ആളുകളായിരിക്കും മിക്കവാറും. എങ്കിലും അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ പ്രായം വെറും ഒരു സംഖ്യയാണ് എന്ന രീതിയിൽ തന്നെ പോകുന്നു. നമ്മുടെ പല അംഗങ്ങളുടെ മീറ്റിങ്ങുകൾ കയറുമ്പോൾ നമുക്കറിയാം അവരുടെ ആ കഴിവ്, സിദ്ധി, ലഭിച്ചിരിക്കുന്ന ആ അറിവ് ഒക്കെ എത്ര വലിയ മഹത്തായ കാര്യമെന്ന് മനസ്സിലാവുന്നു. ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് കുമാരനെല്ലൂർ U3 മെന്ററായ P. പ്രകാശൻ സാറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സാബു സാറ്, സ്വാഗതം ആശംസിച്ച കോരള സാറ്, മറ്റ് സുഹൃത്തുക്കളെ, ഒരു ഉദ്ഘാടനമായിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. വളരെ കുറച്ച് സമയം മാത്രമേ ഇങ്ങനെ ഒരു പുസ്തക പരിചയം നടത്തുന്നതിന് കിട്ടിയുള്ളൂ. ഇന്നലെ വൈകുന്നേരമാണ് ഇത് കാണുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ ഈ വായനാദിനവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് പോയിരുന്നത് കൊണ്ട് ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് കാര്യമായൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ഞാനൊരു അവതരണം നടത്താമെന്ന് ഉദ്ദേശിക്കുകയാണ്. ആമുഖമായി പറയട്ടെ, ഞാനൊരു വലിയ വായനക്കാരനൊന്നുമല്ല. കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ചെറുപ്പകാലത്ത് ധാരാളം വായിച്ചിരുന്നു. അന്ന് ധാരാളം നോവലുകളാണ് വായിച്ചിരുന്നത്. പിന്നീട് ആ നോവൽ വായന ക്രമേണ ഇല്ലാതാവുകയും കുറച്ചുകൂടെ സീരിയസ് റീഡിങ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ബർട്ടൺ റസലിന്റെ ആത്മകഥയായിരുന്നു. ആ ആത്മകഥ ഞാൻ വായിച്ചത് ഏതാണ്ട് 4 പതിറ്റാണ്ടിന് മുമ്പാണ്. എൻ്റെ ചെറുപ്പകാലം, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് അത് വായിച്ചത്. അന്ന് വായിച്ചപ്പം അത് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ 2 ദിവസം ലീവ് എടുത്തിരുന്നാണ് അത് കൃത്യമായി വായിച്ചത്. കണ്ടിന്യൂഷൻ വേണം വായിക്കാൻ എന്നുള്ളത് കൊണ്ട്. അങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന പുസ്തകത്തെക്കുറിച്ച് പറയുന്നത്. ബർട്ടൺ റസലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടം, കോളേജിൽ പഠിക്കുന്ന കാലത്ത് 2 ഡിബേറ്റിംഗ് ക്ലബ്ബുകളിൽ അദ്ദേഹം അംഗമായിരുന്നു. അതിൽ ഒരു ഡിബേറ്റിംഗ് ക്ലബ്ബ് അപ്പോസ്തല സംഘം എന്നറിയപ്പെടുന്ന 12 പേര് മാത്രമുള്ള ഒരു ക്ലബ്ബായിരുന്നു. ഈ 12 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായ ചർച്ച, ഏത് വിഷയത്തെക്കുറിച്ചും എങ്ങനെ വിമർശിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പം അതിൻ്റെ കാര്യങ്ങൾ ആരും തന്നെ, ഈ സംഘത്തിലുള്ള ആരും തന്നെ പുറത്ത് പറയില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അന്നത്തെ ഭരണ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കുമ്പം അത്തരം കാര്യങ്ങൾ, തുറന്ന ചർച്ചകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ വിചാരിച്ചത്. എന്താണെങ്കിലും അങ്ങനെ യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാനും ആശയങ്ങൾ രൂപീകരിക്കാനും ഈ അപ്പോസ്തല ക്ലബ്ബ് അദ്ദേഹത്തെ വളരെയേറെ സഹായിച്ചു എന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എൻ്റെ ജീവിതത്തിലും എനിക്ക് വായനയിൽ കിട്ടിയ അറിവിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ചർച്ചകളിലും പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുന്ന വഴിയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 3-4 വർഷക്കാലം വളരെ നല്ല രീതിയിൽ ഒട്ടേറെ ചർച്ചകളിൽ നല്ല വിദഗ്ധന്മാരുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും കുറെ ചർച്ചകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും വളരെ ഗൗരവപരമായ ചർച്ചകളെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും ആവേശത്തോടുകൂടി അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് തുടങ്ങുന്നത്. ബർട്ടൺ റസലിന്റെ ആത്മകഥയെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാനില്ല. കാരണം 4 പതിറ്റാണ്ടിന് മുമ്പ് വായിച്ച ഒരു പുസ്തകമാണ്. എങ്കിലും അതിനകത്തെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ബർട്ടൺ റസൽ പറഞ്ഞൊരു വാചകമുണ്ട് അതിനകത്ത്. ചെറുപ്പകാലത്ത് വ്യക്തിപരമായ അതിസാഹസികതയിലാണ് താല്പര്യമെങ്കിലും പ്രായമാകുമ്പം എൻ്റെ കുടുംബത്തോടൊപ്പം ഇരിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കുടുംബത്തിനെ കുറിച്ച് അദ്ദേഹം വന്ന് പ്രയോഗിച്ച ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ ദ വാംത് ആൻഡ് വണ്ടർ ഓഫ് ലവിങ് ഹാർട്ട്സ് എന്നാണ് പറയുന്നത്. ആ ഒരു പ്രയോഗം ഞാൻ ഒരിടത്തും കുറിച്ചു വെച്ചിട്ടില്ല, എങ്കിൽ പോലും എപ്പോഴും എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു വാചകമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുതിയൊരു പുസ്തകത്തിലേക്ക് കടക്കുന്നത്. ആ പുസ്തകം എന്ന് പറയുന്നത് ഗുഡ് ബൈ മലബാർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഗുഡ് ബൈ മലബാർ എന്ന് പറയുന്ന ഒരു പുസ്തകം ചരിത്രവും നോവലും കൂടെ ചേർന്നിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ആണ്ട് മാസം തീയതി എഴുതി ചരിത്രം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വായിക്കാനായിട്ട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവണമെന്നില്ല, ചരിത്ര വിദ്യാർത്ഥികളല്ലെങ്കിൽ. പക്ഷെ ചരിത്രവും ഭാവനയും സമജ്ജമായിട്ട് സമ്മേളിപ്പിച്ചുകൊണ്ട് എഴുതുകയാണെങ്കിൽ അത് നമുക്ക് വളരെ രസകരമായിരിക്കും. അങ്ങനെയുള്ളൊരു പുസ്തകമാണ് KJ ബേബി എഴുതിയ ഗുഡ് ബൈ മലബാർ എന്ന് പറയുന്ന പുസ്തകം. KJ ബേബിയെ കുറിച്ച് 2 വാചകം പറയേണ്ടതുണ്ട്. KJ ബേബി വളരെ വ്യാപകമായി മറ്റ് സാഹിത്യകാരന്മാർ അറിയപ്പെടുന്നത് പോലെ അറിയപ്പെടുന്ന ഒരാളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പലരോടും ഇങ്ങനെ ഈ പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരത് വായിച്ചിട്ടില്ല. KJ ബേബി ആരാണെന്ന് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. KJ ബേബി വയനാട്ടിൽ ചെന്ന് താമസിച്ച ഒരാളാണ്. അവിടെ ആദിവാസികളും ഒക്കെ ആയിട്ട് പരിചയപ്പെടുകയും ഒക്കെ ചെയ്ത് അവരുടെ കലയും സംസ്കാരവും ചരിത്രവും ഒക്കെ പഠിക്കുകയും ഒക്കെ ചെയ്ത് നാടകം എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലിന് തന്നെ ഇദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. ആ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിന് ഒരു വിശേഷമുണ്ട്. ഈ പുസ്തകം എഴുതി DC ബുക്സിനെയാണ് പ്രസിദ്ധീകരിക്കാനായിട്ട് കൊടുത്തത്. DC ബുക്സ് ആ പുസ്തകം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഇത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയും ചെയ്തു. പിന്നീട് ഒരു യോഗത്തിൽ വെച്ച് DC കിഴക്കേമറി തന്നെ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം കിട്ടിയപ്പോൾ ഞങ്ങളത് തിരസ്കരിച്ചതാണ്. ഒരു പുതിയ എഴുത്തുകാരന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വിൽക്കപ്പെടും എന്ന സംശയമുള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തത്. അത് തെറ്റായിപ്പോയി എന്ന് പിന്നീട് മനസ്സിലായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഒരു സാഹിത്യകാരൻ പലപ്പോഴും പേരെടുക്കണമെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ
അല്ലെങ്കിൽ ഒരു പുസ്തക പ്രസാധന സംഘത്തിന്റെ മാതൃഭൂമി പോലെ മനോരമ പോലെ ഉള്ള സംഘത്തിന്റെ ഒരു ഗുഡ് ബുക്കിൽ വന്ന ആളാണെങ്കിൽ മാത്രമേ അങ്ങനെ പേരെടുക്കാൻ കഴിയൂ. ഇദ്ദേഹം അങ്ങനെ ഒരാളല്ല. സ്വതന്ത്രമായി ചിന്തിക്കുകയും സാധാരണക്കാരനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ബേബിയെക്കുറിച്ച് ഇത്രയും പരിചയപ്പെടുത്താൻ കാരണം ഈ നോവലിലും അതിൻ്റെതായിട്ടുള്ള ഒരംശം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബ്രിട്ടീഷ് മലബാറിലെ കളക്ടറായി വന്ന വില്യം ലോഗന്റെ കഥയാണ് യഥാർത്ഥത്തിൽ ഈ ഗുഡ് ബൈ മലബാർ എന്ന് പറയുന്ന പുസ്തകം. അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയിൽ ഭരണപരിഷ്കാരവും കാർഷിക നിയമ സംഹിതയും പുതിയ കാർഷിക നിയമ സംഹിതയൊക്കെ രൂപീകരിക്കുന്നതിനായി ശ്രമിച്ച ഭരണാധികാരിയായിരുന്നു വില്യം ലോഗൻ. ആനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയിലൂടെയാണ് ഇതിന്റെ കഥ പറയുന്നത്. ആനി ഇംഗ്ലണ്ടിൽ മെഡിസിൻ പഠനത്തിന് ചേർന്ന ആളാണ്. അപ്പം 10 മിനിറ്റ് ആകുമ്പോൾ പറഞ്ഞു കേട്ടോ, ഞാൻ നേരം ചുരുക്കിക്കോളാം, സമയം കൂടി പോകുന്നുണ്ട്. ആനി മെഡിസിൻ പഠനത്തിന് ചേർന്നെങ്കിലും അത് തുടരാൻ കഴിയാതെ കല്യാണം കഴിച്ചിട്ട് ഇന്ത്യയിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പൊ ആനിയുടെ ഒരു സുഹൃത്ത് അവിടെ മെഡിസിൻ പഠനം തുടരുന്നുണ്ട്. ആ സുഹൃത്തിന് എഴുതുന്ന കത്തുകളും സുഹൃത്ത് എഴുതുന്ന കത്തുകളിലൂടെയാണ് ഇതിനകത്തെ നോവലിലെ പല വിവരങ്ങളും വിശദീകരിക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ അവർ ഭരണം നടത്തുന്ന പ്രദേശത്ത് ആ പ്രദേശത്തിന്റെ ചരിത്രം, സംസ്കാരം, കാർഷികമായ അറിവുകൾ, ആരോഗ്യപരമായ അറിവുകൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടൊരു മാനുവൽ തയ്യാറാക്കാറുണ്ട്. അങ്ങനെ മലബാർ മാനുവൽ തയ്യാറാക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നത് ഈ വില്യം ലോഗനെയായിരുന്നു. അങ്ങനെയാണ് വില്യം ലോഗന്റെ മലബാർ മാനുവൽ ഉണ്ടാകുന്നത്. ഹിന്ദു മുസ്ലിം ലഹളയുടെ എങ്ങനെയുണ്ടായി എന്നൊക്കെ ഇദ്ദേഹം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ആ നോവലിൽ പറയുന്നുണ്ട്. ഹിന്ദുക്കളുടെ കയ്യിലായിരുന്നു ഭൂരിപക്ഷവും ഭൂമി ഉണ്ടായിരുന്നത്. മുസ്ലിംസ് ആകട്ടെ കർഷക തൊഴിലാളികളെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരായിരുന്നു. അപ്പൊ ഇവരെ ഒഴിവാക്കി വിടുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ തമ്മിലൊരു സംഘർഷം ഉണ്ടാവുക പതിവായിരുന്നു. അങ്ങനെ ആ സംഘർഷം ഉണ്ടായപ്പോൾ രണ്ടു കൂട്ടരും ആയുധങ്ങൾ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാര് മുസ്ലിങ്ങളുടെ വീടുകളിൽ മാത്രമാണ് ആയുധ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്ത് അവരെ ദ്രോഹിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അത് ഈ നോവലിൽ അത് കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ അനുബന്ധമായിട്ട് ഇതിനെ ആശ്രയിച്ചിരുന്നുള്ള ലേഖനങ്ങളുടെ ഒരു ഗ്രന്ഥസൂചിയും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ ആനിയും വില്യം ലോഗനും വളരെ നല്ല മനുഷ്യരായിരുന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികളെ കുറിച്ച് നമുക്കൊരു ചിത്രമുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ നല്ല മനസ്സുള്ള ആൾക്കാരായിരുന്നു. വില്യം ലോഗൻ ഒരു കർഷകന്റെ മകനായിരുന്നു എന്നതായിരിക്കാം അതിൻ്റെ ഒരു കാരണം. കുതിരവട്ടം മാനസികരോഗാശുപത്രി അന്നുമുണ്ട്. അതിൻ്റെ സ്ഥിതി വളരെ ശോചനീയമായിരുന്നു. അന്ന് വില്യം ലോഗന്റെ ഭാര്യ യാദൃശ്യമായി അവിടെ സന്ദർശിക്കാൻ ഇടവരികയും അവിടുത്തെ അവസ്ഥ വളരെ മോശമാണെന്ന് കണ്ട് അത് മെച്ചപ്പെടുത്താനുള്ള കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി, അതുപോലെ തന്നെ പുറത്ത് ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ തൊഴിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നെയ്ത്തുശാലയൊക്കെ ഉണ്ടാക്കി. അപ്പൊ അവിടെ എത്തിച്ചേർന്ന ഒരു മുസ്ലിം വൃദ്ധയുണ്ട്. ആ വൃദ്ധ എപ്പോഴും എൻ്റെ കുഞ്ഞിമായനെ കണ്ടോ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വൃദ്ധയാണ്. ആ കുഞ്ഞിമായൻ എന്ന് പറയുന്നത് ഒരു ചരിത്ര പുരുഷനാണ്. പക്ഷെ നമ്മളിപ്പം അറിഞ്ഞിട്ടില്ലാത്ത ഒരു ആളാണ്. ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം 1857 അല്ലേ? ആ സമയത്ത് നടക്കുന്ന സമയത്ത് വളരെ ക്രൂരമായി അതിനെ അടിച്ചമർത്തിയപ്പോൾ കോഴിക്കോട് തെരുവിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന്, ആരുമില്ല, കേൾക്കാൻ പോലും ആളില്ലാതെ തെരുവിൽ നിന്നൊരു ഭ്രാന്തനെ പോലെ പ്രസംഗിച്ചത് കേട്ടിട്ട് ബ്രിട്ടീഷ് പട്ടാളം വലിച്ചഴിച്ച് ജയിലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്താൽ ആ കുഞ്ഞിമായനെ ഓർത്താണ് ഈ അമ്മ ഭ്രാന്തിയായി മാറിയത്. ഈ കുഞ്ഞിമായന്റെ ഉമ്മയെ വില്യം ലോഗന്റെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരെ ശുശ്രൂഷിച്ച് കഴിയുകയാണ്. അപ്പൊ കുഞ്ഞിമായൻ എന്ന് പറയുന്ന ആളായിട്ടാണ് ലോഗനെ ഈ ഉമ്മ കാണുന്നത്. അപ്പൊ ഉമ്മ ഇയാളെ വിളിക്കുന്നതും കുഞ്ഞിമായൻ എന്നാണ്. അപ്പൊ കുഞ്ഞിമായന് അന്ന് ചെറുകിട സാധനങ്ങളൊക്കെ ചുമന്ന് നടന്ന് വീടുകളിൽ പോയി വിൽക്കുന്ന ഒരു തൊഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കുഞ്ഞിമായൻ പിന്നെ വില്യം ലോഗൻ വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് ഈ ഉമ്മ ആനിയോട് പറയും, കുഞ്ഞിമായന്റെ ഭാര്യയാണെന്നുള്ള സങ്കല്പത്തിൽ, മോളെ കുഞ്ഞിമായൻ സാധനങ്ങളൊക്കെ കൊണ്ടു നടന്ന് വിറ്റ് വിഷമിച്ച് വീട്ടിൽ വരികയാണ്,
അവന് നല്ല കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കണേ, സമയത്തിന് കൊടുക്കണേ എന്ന് പറയുമായിരുന്നത്. അമ്മേ, അങ്ങനെ ചെയ്യാം എന്ന് ഈ ആനി മറുപടി പറയുകയും ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞിമായനാണെന്നുള്ളതായിരുന്നു വില്യം ലോഗനോട് പറയുമ്പോൾ വില്യം ലോഗൻ അടുത്ത് ചെന്നിരുന്ന് വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഈ വില്യം ലോഗൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ഇതിനകത്ത് വില്യം ലോഗന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്നവരെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. അവിടെ ഒരു കല്യാണി എന്ന് പറയുന്ന ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഈ കല്യാണിയോട് ഇവർ പെരുമാറിയിരുന്നത്. കല്യാണിയിൽ നിന്നാണ് ഇദ്ദേഹം കളരിപ്പയറ്റ്, ആനി കളരിപ്പയറ്റ് പഠിക്കുന്നത്. അങ്ങനെ കളരിപ്പയറ്റ് പഠിക്കുന്നതിന് കല്യാണിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കല്യാണി കളരിപ്പയറ്റ് പഠിച്ചത്? അപ്പൊ കല്യാണി പറയുന്നുണ്ട്, അന്നത്തെ മലബാർ കാലത്ത്, മലബാർ ജീവിതത്തിൽ സ്വന്തം സ്ത്രീത്വം സംരക്ഷിക്കാനായിട്ട് വേറെ ആരും സഹായിക്കാനില്ല. അപ്പൊ സ്വയം പോരാളിയായേ പറ്റൂ. അങ്ങനെയാണ് അവര് കളരിപ്പയറ്റ് പഠിച്ചതെന്ന് പറയുന്നുണ്ട്. അവരിൽ നിന്നാണ് ഇവര് ഈ കളരിപ്പയറ്റ് പഠിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, മലബാറിന്റെ ചരിത്രവും കൃഷിയുടെ ചരിത്രവും എല്ലാം കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് രസകരമായ ഒരു കാര്യമുണ്ട്. മണ്ണിന്റെ പോഷകഗുണം അറിയുന്നതിന് അന്നത്തെ കാലത്ത് അവർ സ്വീകരിച്ചിരുന്ന ഒരു രീതി പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ചെറിയ കുഴിയെടുക്കും. ആ കുഴിയിൽ നിന്ന് എടുക്കുന്ന മണ്ണ് മുഴുവനും മാറ്റിവെക്കും. എന്നിട്ട് ഈ കുഴിയിലേക്ക് തന്നെ ഈ മണ്ണിടും. മണ്ണിടുമ്പോഴത്തേക്കും ആ കുഴി നികന്നു പോകുന്നില്ല എങ്കിൽ ആ മണ്ണ് ക്വാളിറ്റി നകയുന്നില്ല എങ്കിൽ ആ മണ്ണ് ക്വാളിറ്റി കുറഞ്ഞതാണ്. അത് കുഴി നികന്ന പറ്റുന്ന തരത്തിലാണെങ്കിൽ അത് മീഡിയമാണ്. കുഴി നികന്നിട്ടും മണ്ണ് മിച്ചമുണ്ട് എങ്കിൽ അത് ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഇങ്ങനെയാണ് അവര് അതിന്റെ ഗുണനിലവാരം അളന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ കപ്പം ചുമത്തുന്നതും ഈ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. എത്ര വിളവ് കിട്ടും എന്നൊക്കെയുള്ള മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇങ്ങനെ ആ കാലത്ത് ജീവിച്ചിരുന്ന ജനങ്ങളുടെ സാമൂഹികവും എല്ലാമായ ഒരു ധാരണയെ നമുക്ക് കൃത്യമായി കിട്ടും. അവരുടെ ജീവിതം എന്തായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു, എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ടാണ് ചോദിച്ചത്. കേൾക്കാം. അങ്ങനെയായിരുന്നു അവിടെ. അതായത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഈ ബ്രിട്ടീഷ് സർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ വില്യം ലോഗൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് തരം താഴ്ത്തി ആന്ധ്രയിലേക്ക് ഒരു മജിസ്ട്രേറ്റായിട്ട് അയക്കുകയാണ് ഉണ്ടായത്. അന്ന് ലോഗനും ഭാര്യയും കൂടി മലബാർ വിട്ടു പോകുമ്പം അവര് പറയുന്ന ഒരു വാക്കാണ് ഗുഡ് ബൈ മലബാർ. ആ ഗുഡ് ബൈ മലബാറാണ് ഈ പുസ്തകത്തിന്റെ തലക്കെട്ടായി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് വളരെ രസകരമായി വായിച്ചു പോകാവുന്ന, അതേസമയം ചരിത്രത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ബ്രിട്ടീഷുകാരെ കുറിച്ച് സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ ദ്രോഹം ചെയ്യുന്നവരെന്നൊരു ധാരണയുണ്ടാവും. പക്ഷേ അവരിലും നല്ല മനുഷ്യരുണ്ടായിരുന്നു എന്ന് തിരിച്ചറിവുണ്ടാകാൻ നമ്മളെ ഈ പുസ്തകം സഹായിക്കുന്നു. അന്നത്തെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്നു. കാർഷികവും മറ്റ് അനുബന്ധ മേഖലകളിലും ആരോഗ്യരംഗത്തും ഒക്കെ ഉണ്ടായിരുന്ന അറിവുകളെ കുറിച്ച് അറിയാൻ സഹായിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും വളരെ നല്ലൊരു പുസ്തകമാണിത്. എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവതരണം നിർത്തുന്നു. 10 മിനിറ്റ് കുറവേ എടുത്തിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഡോക്ടർ മുരളീധരൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മുരളി സാർ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാവോ? താങ്ക് യു ജോസഫ് സാർ, അതുപോലെ ഷാബു സാർ, എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുകയും അതിന് അവസരം നൽകിയതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഡോക്ടർ മുരളീധരൻ, തൊടുപുഴയാണ് സ്ഥലം. റിട്ടയർഡ് വെറ്ററിനറി ഡോക്ടറാണ്. റിട്ടയർമെന്റിന് ശേഷം യോഗ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തൊടുപുഴ യൂത്ത് ഡേയുടെ കോർഡിനേറ്റർ കൂടിയാണ്. സത്യത്തിൽ ഇന്ന് ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞാൻ ഇത് കാണുന്നത്. സാബു സാറിന്റെ വാട്സപ്പ് മെസ്സേജ് ഞാൻ കാണുന്നത്. അപ്പൊ യൂത്ത് ഡേയുടെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ നോക്കി എന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അപ്പോൾ
വളരെ ഒരു നല്ല ഒരു ഒരു തുടക്കം, നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഒരു അവസരം നൽകുന്നത് തന്നെ വളരെ ഗുണകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഈ ഒരു അവസരം, ഇന്നത്തെ ദിനം തന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതിലും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. വായനയിലേക്ക് വരാൻ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോരോ കാരണങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുപോലെ ഒരു കാരണം എനിക്കും പറയാനുണ്ട്. വളരെ ചെറുപ്പത്തിലെ വായന ശീലം ഉണ്ടായ ഒരാളാണ്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് അതിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അച്ഛനോടാണ്. കാരണം അച്ഛൻ വായിക്കാറില്ല, പക്ഷെ അച്ഛൻ ഒരു പോസ്റ്റ് മാസ്റ്ററാണ്. അപ്പൊ അച്ഛൻ പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞങ്ങള് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പോസ്റ്റ് മാസ്റ്റർ ക്വാർട്ടേഴ്സ് ആണ് ഞങ്ങൾ താമസിക്കുന്നത്. അത് അപ്പം ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിന്റെ ഗുണം, എല്ലാ പോസ്റ്റുകളും അവിടെ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടാണ് പോവുക. അപ്പം ഈ ബുക്കുകളുടെ ഒരു ശേഖരം ഇങ്ങനെ ഈ പാർസലായിട്ട് പോകുന്ന സാധനം അന്നത്തെ കാലഘട്ടത്തിൽ ഈ ബുക്കുകളൊക്കെ പകുതിയെ കവർ ചെയ്യുള്ളൂ, മുഴുവൻ കവർ ചെയ്യത്തില്ല. ഒരു കവർ മാത്രം ഉണ്ട്. അത് നമുക്ക് ആ ബുക്ക് വായിക്കാം. ബുക്ക് എന്നിട്ട് തിരിച്ച് അതുപോലെ വെച്ചാൽ മതി. അപ്പം ക്വാർട്ടേഴ്സും ഓഫീസും രണ്ടും ഒറ്റ ഒരു വാതിൽ അപ്പുറം ഇപ്പുറമാണ്. അപ്പൊ വൈകുന്നേരങ്ങളിൽ അച്ഛന്റെ കൂടെ ഇരിക്കുകയും ഈ പറയുന്ന ബുക്കുകളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് അതെടുത്ത് നോക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു കൗതുകം. അപ്പം ബുക്കുകളൊക്കെ ഇങ്ങനെ അതിൽ എന്നും എനിക്ക് ഓർമ്മ, തളിരുകൾ എന്ന് പറഞ്ഞ അന്നൊരു ബുക്ക് ഇറങ്ങുമായിരുന്നു. അപ്പം ഇത് വായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് എപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് കിട്ടി. പിന്നെ അതുപോലെ ബാലരമ, എല്ലാ അന്ന് വായിക്കുന്ന ബുക്കുകളെല്ലാം ഇതുപോലെ ആൾക്കാർ മറ്റുള്ളവർ വായിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ബുക്കുകൾ പോസ്റ്റ് ഓഫീസിൽ ഒരു ദിവസം കിടക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ആണ് പോസ്റ്റ് മാൻ കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു ദിവസം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വായിക്കാനുള്ള ഒരു ദിവസമായിട്ട് കിട്ടുകയും, അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ പോയി അത് അങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് വായനയുടെ ഒരു തുടക്കം. അപ്പൊ അതിനുശേഷം വായിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നും വീട്ടില് കുറെ ഒരു 100-ലധികം ബുക്കുകൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം മുഴുവനായിട്ട് വായിച്ചിട്ടില്ല, എങ്കിലും കുറെയൊക്കെ വായിക്കും, പിന്നെ അതങ്ങ് മാറ്റി വയ്ക്കും. പക്ഷെ ബുക്കുകൾ എനിക്കൊരു ഹരാണ്. ഞാൻ എവിടെ നല്ല ബുക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും. അപ്പൊ അത് എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഈ ബുക്കുകൾ വായന തന്നെയാണ് എന്നെ ഈ രൂപത്തില് മാറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ബുക്ക് വായനയിലൂടെയാണ് നമുക്ക് പുതിയ അറിവുകൾ കിട്ടുന്നതും. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വെറ്റിനറി ഒരു ഡോക്ടർ എന്ന നിലക്ക് റിട്ടയർമെന്റിന് ശേഷം ഈ യോഗയിലേക്ക് മാറാനും എൻ്റെ ഒരു വായനയാണ് ശരിക്ക് എന്നെ ഈ ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിന് സർവീസിലുള്ളപ്പം തന്നെ ഞാൻ യോഗ പഠിക്കുകയും യോഗ ടീച്ചർ ആവുകയും ചെയ്തു. ആ യോഗ ടീച്ചർ ആവുന്നതിന് നിമിത്തമായത് ശരിക്ക് ശ്രീ രവിശങ്കർ എന്ന ഒരു ആചാര്യനാണ്. നിങ്ങളൊക്കെ കേട്ട് കാണും. ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം ലോകത്ത് അങ്ങോളം ഇങ്ങോളം 180ഓളം രാഷ്ട്രങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ആർട്ട് ഓഫ് ലിവിംഗ്. അപ്പൊ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു ടീച്ചർ ആവാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടായി. അപ്പൊ അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വളരെയധികം വലിയൊരു മാറ്റം എന്നെ മാറ്റി വന്നതും. അത് എന്നെ എന്നെ കുറച്ചുകൂടി പുതിയ ഒരു മനുഷ്യനാക്കി മാറ്റാൻ എന്നെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എത്ര മാറി എന്നുള്ളത് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത്, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരുപാട് മാറിയത് ഈ ഒരു പ്രസ്ഥാനത്തിലും ഈ ഒരു ഗുരുവിനെ കിട്ടിയതിലൂടെയാണെന്ന്. അപ്പൊ ഗുരുവിന്റെ ഒരു ബുക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ബുക്കും അതാണ്. കാരണം അതൊരു വലിയ ഒറ്റയടിക്ക് വായിക്കേണ്ട ബുക്കല്ല, എങ്കിൽ പോലും അതിന്റെ പേര് ഇതാണ്, സത്യാന്വേഷിക്കൊരു വഴികാട്ടി എന്നുള്ള ഒരു പ്രതിദിന വിജ്ഞാന ശകലങ്ങളാണ് ശരി. അപ്പം ഇപ്പൊ ഞാൻ മിക്കവാറും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എടുത്ത് വായിക്കുന്ന ഒരു വിജ്ഞാന ശകലങ്ങളാണ്. നമ്മൾ വെറുതെ എടുത്ത് ആ ബുക്കിന്റെ ഒരു പാളി എടുത്ത് തുറന്നാൽ മതി. അവിടെ ഒരു എന്തെങ്കിലും ഒരു വിജ്ഞാന ശകലം ഉണ്ടാവും. അത് ശരിക്കും നമുക്ക് അന്നത്തെ ഒരു തോട്ടായിരിക്കും. ഇപ്പൊ ഇപ്പം വെറുതെ ഒന്നെടുത്ത് മറിച്ചു, അതെടുത്ത് വന്നപ്പം അതില് വന്നിരിക്കുന്ന ഒരു വിജ്ഞാന ശകലം ഇതാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത്
1996 നവംബർ 28 ഇരിക്കുന്ന ഒരു വിജ്ഞാനശാഖകളാണ്. വിശ്വാസവും ആനന്ദവും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ സദ്ഗുണങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാൻ കഴിയൂ. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതാകുമ്പോൾ ഉള്ളിലും പുറത്തും സന്തോഷമില്ല. വിശ്വാസത്തിൽ നിന്നാണ് സന്തോഷം ഉണ്ടാകുന്നത്. ശരീരബോധത്തിന്റെ മറവിയാണ് സന്തോഷം. വേദനയും സങ്കടവും എല്ലാം ശരീരബോധത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. സന്തോഷത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരബോധമില്ല. ദുഃഖിതരായിരിക്കുമ്പോൾ വേദനയും വിഷമവും ഉണ്ടാവും. അപ്പൊ എങ്കിൽ ഒരു ചോദ്യം അതിൽ വരുന്നതാണ്, എങ്കിൽ ധ്യാന സമയത്ത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവരാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ശ്രീ പറയുന്ന, അമ്പിന് മുന്നോട്ട് പോകണമെങ്കിൽ അതിനെ ആദ്യം പുറകോട്ട് വലിച്ചു പിടിക്കണം. അതുപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ പതിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ശരീരബോധത്തിൽ നിന്നും മോചനം തരുന്നത്. ഇത് ഒരു ദിവസത്തെ ഒരു വിജ്ഞാനശകലമാണ്. ആ ബുക്കിന്റെ ഒരു വലിയ ബുക്കാണ്. ഏകദേശം 450ഓളം പേജുള്ള ഒരു ബുക്കാണത്. അപ്പൊ അതിൽ നമുക്ക് ഒറ്റയടിക്ക് വായിച്ചു തീർക്കണ്ട. ഓരോ ദിവസം ഓരോ പേജുകൾ വായിച്ചാൽ തന്നെ നമുക്ക് ഒരു അറിവിന്റെ ഒരു ശേഖരം നമ്മളെ മനസ്സിലേക്ക് വരും. അപ്പൊ ഇതാണ് എന്റെ ചിന്തകളെയും എന്റെ പ്രവർത്തനത്തെയൊക്കെ മാറ്റി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന യോഗ എന്ന രീതിയിൽ അദ്ദേഹം തന്നെയാണ് ശരിക്കും പതഞ്ജലി മഹർഷിയുടെ യോഗ സൂത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ബാംഗ്ലൂര് ഒരു മാസം പോയി താമസിച്ചിട്ടാണ് ഞാൻ അതിന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ടീച്ചറായിട്ട് മാറുന്നത്. അപ്പൊ നമ്മളെ ഒരു അടിമുടി മാറ്റിയെടുക്കാൻ ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനങ്ങൾക്ക് ആത്മീയ ഗുരുവിന് കഴിയുന്നു എന്നുള്ളതിന്റെ ഒരു അവബോധം കൂടി എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ടീച്ചർ ആയി കഴിഞ്ഞാൽ അദ്ദേഹം പറയാം, ഞാൻ ഒരു ഗുരുവാണ്, ഗുരുവിന് എല്ലാ ആൾക്കാരിലേക്ക് എത്താൻ പറ്റില്ല, പക്ഷെ ഗുരുവിന്റെ ഒരു കാലോ കയ്യോ ആയിട്ട് ഒരു ടീച്ചർക്ക് മാറാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ സ്വീകരിക്കുന്നത് അതാണ്. അതേപോലത്തുള്ള വലിയൊരു ഗുരുവിന്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ അവർക്കുണ്ടാകുന്ന സന്തോഷവും ഹാപ്പിനെസ്സും അത് അവർക്ക് മാത്രമല്ല നമ്മളിലും കൂടുതൽ ആരോഗ്യവും സന്തോഷവും ആത്മജ്ഞാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതാണ് ഞാൻ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷം സാബു സാർ. അപ്പൊ എന്റെ 10 മിനിറ്റായി. ഞാൻ 10 മിനിറ്റ് തന്നെ നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. എല്ലാവരും ഒരു നല്ല വായനാ ദിനം ത്തിലൂടെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല, ഇന്ന് ഇതൊരു തുടക്കമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ആനന്ദ ജീവന കലയുടെ പ്രയോക്താവായ ശ്രീ രവിശങ്കർ ജി അദ്ദേഹത്തിന്റെ ഒരു അനുയായിയും അതോടൊപ്പം തന്നെ അതൊരു പ്രചോദനം കൊണ്ട് ഒരു പുസ്തകം നിരന്തരമായി വായിച്ച് ഉള്ള അറിവാണ് ഡോക്ടർ മുരളീധരൻ അല്പം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. സമയം അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സലീമ മാഡം ആവശ്യപ്പെട്ടുണ്ട്. മാഡത്തിന് 5 മണിക്ക് മുമ്പ് പോകണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാഡത്തെ ക്ഷണിച്ചു വിടുന്നു. താങ്ക് യു ജോസഫ് സാർ. താങ്ക് യു സാബു സാർ, ഇങ്ങനെയൊരു അവസരം ഒരുക്കിയതിന്. ഞാനും വലിയൊരു വായനക്കാരി എന്ന് പറയാൻ സാധിക്കില്ല, എങ്കിൽ ഇങ്ങനെയൊരു വായനാ ദിനം ഇവിടെ ആചരിക്കുമ്പോൾ അത് വായനയിലേക്ക് അടുപ്പിക്കാനായിട്ട് വളരെ ഉപകരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിനം ആചരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തെളിഞ്ഞു വരുന്ന ഈ ദിവസങ്ങളിലായി തന്നെ കൂടുതലായിട്ട് എൻ്റെ മനസ്സിൽ ചിന്ത ഉണർത്തിയ ഒരു പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് മനുഷ്യനാകുക വിശുദ്ധനാകുക എന്നാണ്. എഴുതിയിരിക്കുന്നത് ഒരു ജെസ്യൂട്ട് ഫാദർ CP വർക്കി. അദ്ദേഹം തിരുവനന്തപുരം ലോയോള സ്കൂളിന്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. റിട്ടയർ ചെയ്തു. അദ്ദേഹം സൈക്കോളജിസ്റ്റായിട്ട് ദീർഘകാലം പ്രവർത്തിച്ച് ഇപ്പം അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമായിരുന്നു മനുഷ്യനാകുക വിശുദ്ധനാകുക. വളരെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹം ഒരു വൈദികനായിരുന്നു. പക്ഷെ അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കത്തോലിക്കരാണ്, വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുക. എപ്പോഴും ഇങ്ങനെയുള്ള പഠനങ്ങളാണ് കിട്ടുന്നത്. പക്ഷെ അദ്ദേഹം ആ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത് വിശുദ്ധനാകുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ പൂർണ്ണതയിൽ മനുഷ്യനായാൽ മാത്രം മതി എന്നുള്ളതാണ്. അത് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു പുസ്തകമാണെങ്കിൽ പോലും, അതായത് മറ്റേതൊരു സൃഷ്ടിയും, ഒരു പൂച്ചയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണതയിൽ പൂർത്തിയായി പൂർണ്ണതയിൽ എത്തിയതിനു ശേഷം അത് മരിക്കുന്നു. ഒരു നായയാണെങ്കിൽ നായ്ക്കുട്ടി അങ്ങനെ തന്നെ ജനിച്ചു, അതിന്റെ പൂർണ്ണതയിൽ, ആ സൃഷ്ടിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേർന്നതിന് ശേഷം മരണപ്പെടുന്നു.
മറ്റേതൊരു സൃഷ്ടിയിലേക്ക് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പൂർണ്ണരാകാൻ ശ്രമിക്കുന്നതിന് പകരം ആത്മീയപാതയില് ഈ മനുഷ്യന്റെ പൂർണ്ണത, സൃഷ്ടിയുടെ പൂർണ്ണതയിൽ എത്താതെ ദൈവങ്ങളായി തീരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് നമ്മൾ മനുഷ്യരാകാനായിട്ട് മറന്നു പോകുന്നു. ആ സൃഷ്ടിയുടെ പൂർണ്ണത കൈവരിക്കാതെ നമ്മൾ അപൂർണരായിട്ട് നമ്മൾ അവസാനിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് കൂടുതലായിട്ട് ആ ഒരു പുസ്തകം എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു മനുഷ്യന്റെ പൂർണ്ണതയിൽ എത്താം? മനുഷ്യൻ എന്ന നിലയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിയുടെ പൂർണ്ണതയിൽ എത്തുക എന്നുള്ളതാണ് സൃഷ്ടിയുടെ അർത്ഥം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വളരെ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് എന്നെ മതിക്കുന്നതും ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതും മനുഷ്യരാകാൻ ശ്രമിക്കാത്തത് കൊണ്ടാണെന്ന് ഒരു ചിന്തയും ഒരു തിരിച്ചറിവും ആ പുസ്തകത്തിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇത്രയും ഈ ഒരു പുസ്തക വിചാരം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി സലീമ മാഡം. ഇനിയും അടുത്ത് പറയാൻ പോകുന്ന ആൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. പ്ലീസ് പറയാം. സാർ നമസ്കാരം. നമസ്കാരം സാറേ. കേൾക്കാമോ? കേൾക്കാം. പ്രിയപ്പെട്ട സാബു സാറേ, സുഹൃത്തുക്കളെ, ഈ ദിനം ബഹുമാന്യനും ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടാൻ ഏറെ യോഗ്യനുമായ PN പണിക്കരുടെ ആത്മാവിന്റെ മുമ്പിൽ, ഓർമ്മയുടെ മുമ്പിൽ നമിച്ചുകൊണ്ട് ഈ ദിനം നമുക്ക് ആചരിക്കാം. ബഹുമാന്യനായ PM പണിക്കർ സാറിന്റെ ജന്മനാട് നീലംപേരൂർ. ആ നീലംപേരൂരോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്ത പഞ്ചായത്താണ് എൻ്റെ വീടിരിക്കുന്ന കാവാലം. ഞാൻ കാവാലം പഞ്ചായത്തുകാരനാണ്. പല നാളുകളിലും PM പണിക്കർ സാറിന്റെ വീടിന്റെ മുമ്പിലൂടെ, അവിടെ ഇരിക്കുന്ന വായനശാലയുടെ മുമ്പിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഓർമ്മകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം ഇന്ന് ഒരുക്കിയിരിക്കുന്ന ഈ വിശിഷ്ടമായ പരിപാടിയിൽ ഉൾച്ചേരാൻ സാധിച്ചതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. 10 മിനിറ്റ് സമയം കൊണ്ട് എന്നെ സ്വാധീനിച്ച ഒരു പുസ്തകം പറയണം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ആലോചിക്കാനില്ല. എന്നെ സ്വാധീനിച്ചതും ഞാൻ ഓർത്തെടുക്കേണ്ട, ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റുന്നതുമായ പുസ്തകം ബൈബിളാണ്. മാനവ ജീവിതത്തെയും ചരിത്രത്തെയും ബൈബിൾ പോലെ സ്വാധീനിച്ച കൃതികൾ വേറെയില്ല. ദൈവത്തിന്റെ അക്ഷയമായ കാരുണ്യത്തിന്റെയും അചഞ്ചലമായ വിശ്വസ്തതയുടെയും അത്യുദാരമായ സ്നേഹത്തിന്റെയും കരങ്ങളിൽ സംവഹിക്കപ്പെട്ട മനുഷ്യന്റെ നിത്യദീപ്തമായ ചിത്രം ബൈബിളിൽ അനാവരണം ചെയ്യുന്നു. മനുഷ്യ ചരിത്രം ഏകലക്ഷ്യോന്മുഖമായി വികാസം പ്രാപിക്കുന്നത് ബൈബിളിൽ കാണാം. ദൈവഹിതത്തിന് തന്നെ
സമർപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ നേടുന്ന സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നിറഞ്ഞ സൗന്ദര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അനന്തമായ കാരുണ്യത്താൽ ദൈവം സൃഷ്ടി നടത്തി. ആദിയിൽ അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സ്വന്തം രൂപത്തിൽ മനുഷ്യന് ജന്മം നൽകി. എന്നാൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ദൈവത്തെ പോലെ ആകാമെന്ന പ്രലോഭനത്തിന് വഴങ്ങി അവിടുത്തെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. അതോടെ ലോകത്തിൽ തിന്മ കടന്നുകൂടി. പാപത്തിൽ കുടുങ്ങിയ മനുഷ്യനെ രക്ഷിക്കാൻ കരുണാമയനായ ദൈവം നിശ്ചയിച്ചു. അതിനുവേണ്ടിയാണ് അവിടുന്ന് അബ്രാഹത്തെ തിരഞ്ഞെടുത്തത്. അവന്റെ സന്തതിയിലൂടെ സകല ജനതകളെയും തന്നിലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു അവിടുത്തെ പദ്ധതി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അത് പ്രത്യേകം കാണാൻ സാധിക്കും. 22:18. ദൈവപുത്രനും അബ്രാഹത്തിന്റെ സന്തതിയുമായ യേശുവിലൂടെയാണ് ഈ പദ്ധതി പൂർത്തിയാകുന്നത്. യേശുവിൽ ഫലമണിയുന്ന രക്ഷയുടെ ചരിത്രമാണ് ബൈബിളിന്റെ ഇതിവൃത്തം. ബൈബിളിന് 2 ഭാഗങ്ങളുണ്ട്: പഴയ നിയമവും പുതിയ നിയമവും. അബ്രാഹത്തിൽ നിന്ന് ജന്മം കൊണ്ട ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് പഴയ നിയമം. യേശുവിന്റെ ജീവിതവും മരണവും മഹത്വീകരണവും അടങ്ങുന്ന ക്രിസ്തു സംഭവവും യേശുവിൽ നിന്ന് ആരംഭിക്കുന്ന പുതിയ ഇസ്രായേലായ സഭയുടെ ചരിത്രവും പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നു. രക്ഷാചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ക്രിസ്തുവിലൂടെ മാനവ സമൂഹത്തിന്റെ സമ്പൂർണ്ണ വിമോചനം സാധ്യതമായി. വേദപുസ്തകം കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന ബൈബിൾ എന്ന വാക്ക് ബിബ്ലിയോൺ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. അതിന്റെ അർത്ഥം ദി ബുക്ക് അല്ലെങ്കിൽ പുസ്തകം എന്നേ ഉള്ളൂ. ഇത് പുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏക പുസ്തകം അതാണ് ബൈബിൾ. എന്നാൽ ഇത് 73 പുസ്തകങ്ങളുടെ സമാഹാരമാണ്. കത്തോലിക്ക സഭയിൽ അംഗീകരിക്കപ്പെടുന്നത് 66 പുസ്തകങ്ങൾ പഴയ നിയമത്തിലും 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലുമായി, അങ്ങനെ 73 പുസ്തകങ്ങളാണ് അംഗീകരിക്കപ്പെടുന്നത്. ഏതൊരു ആകുലചിത്തനും വേദനയിൽ കഴിയുന്നവനും നിരാശയിൽ കഴിയുന്നവനും ആശ്വാസം നൽകുന്ന ഒന്നാണ് വേദപുസ്തകത്തിന്റെ ഇതിവൃത്തവും അതിൽ പ്രതിപാദിക്കുന്ന 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറയുന്ന വാചകവും. ഒരാണ്ടിന് 365 ദിവസമുണ്ടെങ്കിൽ എല്ലാ ദിവസവും മനുഷ്യനെ നിർഭയത്വത്തിലേക്ക് ഇത് നയിക്കുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് താൻ സുവിശേഷം രചിച്ചതെന്ന യോഹന്നാന്റെ വാക്കുകൾ ബൈബിളിനെ കുറിച്ച് പൊതുവായും ഉപയോഗിക്കാവുന്നതാണ്. ദൈവവചനം ജീവദായകമാണ്. അത് മനുഷ്യന്റെ പാദങ്ങൾക്ക് വിളക്കും
പാതയിൽ പ്രകാശവുമാണ്. ദൈവം കാണിച്ചു തരുന്ന പാതയിൽ ചരിക്കുന്നവൻ, അവിടുത്തെ ഹിതമനുസരിച്ച് വ്യാപരിക്കുന്നവൻ ജീവന്റെ മാർഗത്തിലാണ്. ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് നടത്താതെ ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. തിമോത്തിയൂസിന് എഴുതിയ ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. മഹത്തായ ഈ പൂർണ്ണതയിലേക്കും നന്മയിലേക്കുമുള്ള ആഹ്വാനമാണ് ബൈബിളിൽ മന്ത്രമായി ധ്വനിക്കുന്നത്. അത് ജീവന്റെ സമൃദ്ധമായ ജീവന്റെ വാഗ്ദാനമാണ്. മനുഷ്യരാശിയുടെ മുമ്പിൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് വിടർത്തുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഭാഷയിൽ അച്ചടിച്ചിട്ടുള്ളത്, ഭാഷ തന്നെ കണ്ടുപിടിക്കുന്നത് ബൈബിൾ അച്ചടിക്കുന്നതിന് വേണ്ടിയാണ്. അതെ എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല. അച്ചടിയന്ത്രം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്, വികാസം പ്രാപിച്ചത് ബൈബിൾ അച്ചടിക്കുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും എത്ര ആവർത്തി വായിച്ചാലും മതിവരാത്ത ഒരു വിശിഷ്ട ഗ്രന്ഥം. ഏവർക്കുമായി എൻ്റെ വായനയുടെ അല്പകാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നന്ദി. താങ്ക് യു. എൻ്റെ പേര് ജോഷി ആപ്പീസിൽ കാവാലം. അടുത്തതായി താങ്ക് യു ജോഷി സാർ. വളരെ സന്തോഷം സാറ് അതിനെ വളരെ സ്പർശിക്കുകയും ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്ന വിശുദ്ധ ബൈബിളിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞതിന് വളരെ സന്തോഷം. നന്ദി. അടുത്തതായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ IUCDS ഡയറക്ടറായ ഡോക്ടർ PT ബാബുരാജ് സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹം നമ്മുടെ U3Iയുടെ മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അതിൻ്റെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹത്തെ എല്ലാവരുടെയും നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സാറ് തയ്യാറായെങ്കിൽ സാറിന് അല്പസമയം ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് പരിചയപ്പെടുത്താം. സാറ് ദയവായിട്ട് സാറിനേക്ക് മൈക്ക് തരുന്നു. താങ്ക് യു കോരുള്ള സാർ. യുത്രിക്കാര് ഇങ്ങനെയൊരു പ്രോഗ്രാം, വായന ദിനം ആചരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഏത് ചെറിയ കാര്യങ്ങളിലും ആനുകാലികമായ സംഭവവാസങ്ങള് അത് മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുന്ന ഈ ഒരു പ്രവർത്തന മേഖല പ്രത്യേകം ആശംസ അർപ്പിക്കുന്നു. കൂടെയുള്ള ജീനാമയോടും അതുപോലെ മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെ പേര് പറയുന്നില്ല. അപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ച ഒരു പുസ്തകം ഒരു 1.5 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്ന സമയം ഈ തിരക്കിനിടയ്ക്ക് കിട്ടി. എനിക്കായി എന്നുള്ള പുസ്തകമാണ്. ഒരു അമ്മയുടെ മകൾക്കൊപ്പമുള്ള അസാധാരണ ജീവിതയാത്രയുടെ ഒരു കഥ. അതിൽ എഴുതിയിരിക്കുന്നത് ഗൗരിയുടെ അമ്മ ആശാ പ്രദീപ് എന്നുള്ളതാണ്. അവതാരിക എഴുതിയിരിക്കുന്നത് ഒന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ അവர்களാണ്. പിന്നെ മുഖമൊഴി എഴുതിയിരിക്കുന്നത് ഗൗരിയുടെ അമ്മ തന്നെയാണ്. ഈ പുസ്തകം ഇതൊരു കഥയല്ല, ജീവിതമാണ്. ഇത് ഭാവനയല്ല, ചുട്ടുപഴുത്ത കനൽപാതകളിലൂടെയുള്ള യാത്രയുടെ നേർ അനുഭവമാണ്. ഇത് ഒരു അമ്മയുടെ തേങ്ങലല്ല, പതറാത്ത പോരാട്ടമാണ്. സ്വന്തം ഉയിരായി, നിധിയായി
മക്കളെ കാക്കുന്ന ഒരമ്മയെ ഇതിൽ കാണാം. ഞാൻ പറഞ്ഞത്, ഈ പുസ്തകം ഒരു വൈകല്യം സംഭവിച്ച ഒരു മകള്, ആ മകൾക്ക് വേണ്ടി ഒരമ്മ അനുഭവിക്കുന്ന ത്യാഗം, ആ വൈകല്യത്തെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ മകളെ എവിടെ എത്തിക്കാൻ പറ്റുമോ അതിനുവേണ്ടിയുള്ള ശ്രമം, നിരന്തര യാത്രകൾ. അദ്ദേഹത്തിന് വീട് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര, ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുന്നു, അവിടെ കുഞ്ഞിനെ ചികിത്സിപ്പിക്കാൻ അവസരം കൊടുക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ഇതെങ്ങനെ വായിച്ച് പറയണമെന്ന് എനിക്കറിയില്ല. എനിക്കായി ഈ പുസ്തക രൂപത്തിൽ വായനക്കാരുടെ മുമ്പിൽ എത്തുന്നത് ഇങ്ങനെയാണ്. ഇവരുടെ മകളായ ഗൗരിമോളുടെ ജീവിതത്തിന് ഒരു ചെറിയ കൈത്താങ്ങ് നൽകുവാൻ എല്ലാ വായനക്കാരും ഈ പുസ്തകം വാങ്ങുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പുസ്തകം പ്രകാശനം ചെയ്തതും ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ തീവ്ര വേദനയും തീവ്ര സങ്കടവും ഒക്കെ അനുഭവിക്കുന്ന ഈ പുസ്തകത്തിന്റെ പേര് എനിക്കായി തന്നെയാണ്. മകളെ ചേർത്ത് പിടിച്ചുള്ള ഒരു അമ്മയുടെയും അച്ഛന്റെയും ത്യാഗം. ഇന്ന് മകള് ബികോം ഡിഗ്രി പരീക്ഷ പാസ്സായി PGക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഇതിന്റെ പഠനാന്വേഷണത്തിനായി നടക്കുന്നു. എന്നെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോ ഇതില് ഒരുപാട് ചാപ്റ്റർ ഉണ്ട്. ദൈവത്തിന്റെ സമ്മാനം. വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ കൊടുത്തപ്പോൾ ആ അമ്മ പറയുകയാണ്, ഇത് ദൈവത്തിന്റെ സമ്മാനമെന്നാണ്. എത്ര പേരാണ് ദൈവത്തിന്റെ സമ്മാനമാണ് ഒരു വൈകല്യമുള്ള കുഞ്ഞിനെ കിട്ടിയാൽ എന്ന് പറയുക എന്ന് എനിക്കറിയില്ല. എന്നാലും ധാരാളം രക്ഷകർത്താക്കളെ കണ്ട സ്ഥിതിക്ക് ഈ പുസ്തകത്തിന്റെ അനുഭവത്തിൽ പറയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ വിലപ്പെട്ട മക്കളാണ്, മുത്തുകളാണ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് വായിച്ചു തീരുമ്പോൾ 1-ാം അധ്യായമാണ്. പിന്നീട് പറയുന്നത് മറക്കാനാവാത്ത ട്രെയിൻ യാത്ര. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്നു. നടക്കാൻ വയ്യ, അരയ്ക്ക് താഴെ തളർന്നുപോയി, സ്പൈനൽ കോർഡിന് ഇഞ്ചുറിയായി, ഇങ്ങനെ വളരെ ഗുരുതരമായ ഒരവസ്ഥ. പിന്നെ തിരിച്ചറിവിന്റെ കുറെ കാലം. അമ്മു എന്നുള്ള സഹോദരിയുണ്ട്, ആ മകളാണ് ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മുവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു, ആ മകളോട് വേർപെട്ടു പോകുന്നു. ആ അമ്മുവിനൊരു ഭർത്താവിനെ കിട്ടുന്നു. ആ ഭർത്താവ് ഈ കുഞ്ഞിനെ സഹോദരി ചേർത്ത് പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലുകളും ആശുപത്രികളിലും യാത്രകളിലും നിരന്തരം കൂടെ നിൽക്കുന്ന ഒരവസ്ഥ. ധാരാളം കഠിനവേദനയുടെ ആളുകളാണ് അടുത്ത ചാപ്റ്ററായിട്ട് വരുന്നത്. പിന്നെ ദൈവത്തിന്റെ കാവൽ എന്നവർ പറയുന്നു. ഒരുപാട് അഗ്നിപരീക്ഷണങ്ങൾ നേരിട്ടു എന്ന് പറയുന്നു. നിലയ്ക്കാത്ത നോവും വേദനയും അവർ അനുഭവിച്ചു. വീണ്ടും മടങ്ങി ഒരു ജീവിതത്തിലേക്ക് എന്നുള്ള മറ്റൊരു അധ്യായം. പിന്നീട് അങ്ങോട്ടുള്ള പോരാട്ട ദിനങ്ങളായിട്ടാണ് അവർ വായിക്കുന്നത് പറയുന്നത്. അതിജീവനത്തിനായി കരുത്തോടെ മുമ്പോട്ട് പോകുന്നു. ഓരോ മനുഷ്യരും അവൻ താഴെ വീഴുമ്പോൾ അതിജീവനത്തിന് വേണ്ടി കരുത്തോടെ പോരാടുന്നത് നമുക്ക് കാണാവുന്നതാണ്, കണ്ടിട്ടുള്ളതാണ്. ജീവിതം അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ നമ്മുടെ ഭാഷയിൽ പറയുമ്പോഴൊക്കെ അതിജീവനമെന്നും പറയാറുണ്ട്. ഈ മകൾക്ക് വേണ്ടി അവർ കാണിച്ചു കൂട്ടിയ അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ വരുതിയിലാക്കിയ നിരവധി സംഭവങ്ങളും അനുഭവങ്ങളും ഈ പുസ്തകം വായിക്കുമ്പോഴേ മനസ്സിലാകുള്ളൂ. കരുത്തോടെ തന്നെ അവർ മടങ്ങിയെത്തിയതായിട്ടാണ് അവസാനം കാണുന്നത്. പിന്നീട് കൂട്ടായി ഉള്ള പൊതുവിദ്യാലയം, ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെയാണ് ഇത്ര വൈകല്യമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള പദ്ധതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനും അവരെ ശ്രദ്ധിക്കാനും ഒക്കെ റിസോഴ്സ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇത്തരം കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ പരാജയത്തിലേക്ക് പോകാറാണ്. ഈ കുട്ടി അങ്ങനല്ല. അധ്യാപകരും റിസോഴ്സ് ടീച്ചേഴ്സും മറ്റ് സഹപ്രവർത്തകരും ആരൊക്കെ ഉണ്ടോ അവരെല്ലാം കൂടെ ഒന്നു ചേർന്ന് ഈ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനായിരിക്കും പൊരുതുന്നു. അത് വിദഗ്ധമായി പൂർത്തിയാക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ കോവിഡ് കടന്നു വരുന്നു. അറിയാം, ധാരാളം പേര് സാധാരണക്കാർ പോലും ആരോഗ്യവാന്മാർ പോലും കോവിഡിന്റെ കയ്യിൽ പെട്ട് മരണപ്പെട്ടു പോയതും രോഗികളായതൊക്കെ ഈ സമയത്ത് കുഞ്ഞിനും ഇത് അവസ്ഥ ഉണ്ടാവുന്നു. അവിടുന്ന് അവരത് വലിയ തലവേദനയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് ഗൗരി അമ്മയുടെ അമ്മയായിട്ട് ഈ അമ്മ മാറുന്നു. ഒടുവിലെല്ലാം കഴിയുമ്പോൾ ഇത് ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ഇങ്ങനെയാണ്. അവസാന നാളുകളില് വഴിയേറ്റുപോയെന്ന ക്രൂരധാരണയാൽ തീ കത്തുന്ന മനസ്സുകളിൽ സമാധാനവും സാന്ത്വനവും നിറയ്ക്കുന്ന ഈ സ്നേഹച്ചിരിയുടെ സുഖവും സുഹൃതവും തന്റെ അക്ഷര സ്വപ്നത്തിലൂടെ സർവേശ്വരൻ നിലനിർത്തട്ടെ. എനിക്കായി അതിനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാവട്ടെ എന്നെന്നും അവർ എഴുതിയിരിക്കുന്ന ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം കൂട്ടിനുണ്ടാവട്ടെ. അവര് വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറ്റുമാനൂരപ്പനാണ്. അപ്പൊ ഇങ്ങനെ വഴിയേറ്റു പോയെന്ന ക്രൂരധാരണയാൽ തീ കത്തുന്ന മനസ്സുകളില് സമാധാനവും സാന്ത്വനവും നിറയ്ക്കുന്ന ഈ സ്നേഹച്ചിരിയുടെ സുഖവും സുഹൃതവും
തന്റെ അക്ഷര സ്വപ്നത്തിലൂടെ അവരുടെ ഈ ബുക്കിലൂടെ എനിക്കായി എന്നുള്ള പുസ്തകത്തിലൂടെ അവര് അവതരിപ്പിച്ചിരിക്കുന്നു. ഒരമ്മ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഓർക്കുകയായിരുന്നു, നാമും ഇതുപോലെ ധാരാളം ഈ തീച്ചൂടയിലൂടെ കടന്നു വന്ന അനുഭവങ്ങളുള്ളവരാണ്. അതൊരു പുസ്തകമായി എഴുതി അത് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ നാം ആരാണെന്നും വായിക്കുന്നവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളും ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിലേക്ക് ലയിച്ചു പോകാൻ സാധ്യമാവുകയുള്ളൂ. ഒരിക്കലൊരു സർജറിയൊക്കെ ബന്ധപ്പെട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുമ്പോൾ 1.5 വർഷത്തോളം അവിടെ ആയിരുന്നു. ആരും തുണയില്ലാതെ ഞാനും എൻ്റെ സഹോദരനും മാത്രം. ജോലിയിൽ നിന്ന് ലീവ് എടുത്തു പോയിരിക്കുന്ന സമയം മദ്രാസ് വരെ യാത്ര ചെയ്യണം. കാലിൽ നിറച്ച് കമ്പി, അല്ലെങ്കിൽ ഇല്ലിസ്രാവോ എന്നുള്ള ടെക്നോളജിയിൽ ഇരുമ്പ് കമ്പി കയറ്റിയുള്ള ആണി പോലെയുള്ള ആണികൾ, അല്ലെങ്കിൽ റിങ് ചെയ്തിട്ടുള്ള റിങ് ഫിക്സേഷൻ എന്നുള്ള സർജറി നടത്തി അവിടെ നിന്ന് ആ കാല് വെച്ച് ട്രെയിനിൽ കയറി കോട്ടയത്ത് ജോയിൻ ചെയ്യാൻ വരിക, 2 ദിവസം 3 ദിവസം കൂടെ താമസിക്കുക, തിരിച്ച് വീണ്ടും ചെന്നൈയിലേക്ക് മടങ്ങി പോവുക. അതെന്തൊരു വേദനാജനകമായിരുന്നു. ഈ പുസ്തകം വായിച്ചപ്പോൾ ഈ ഗൗരി അമ്മ എഴുതിയ പോലെ ഞാനും ഓർക്കുകയായിരുന്നു, വേദനാജനകം തന്നെ. അതൊക്കെ ഓവർകം ചെയ്യാനും തരണം ചെയ്യാനും പിന്നീട് അല്ലെങ്കിൽ അത് ജീവിതത്തിലേക്ക് മടങ്ങി വരാനും ഈ അമ്മ പറയുന്ന പോലെ കരുത്തായതും, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു തിരിച്ചെടുക്കലായിട്ടും, അമ്മയുടെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതൊരു പോരാട്ടത്തിന്റെ ദിനങ്ങളായി മാറിയതൊക്കെ എനിക്കും ഒരു അനുഭവമായിട്ടുണ്ട്. അവർ പറയുന്ന പോലത്തുള്ള അഗ്നിപരീക്ഷണങ്ങളൊക്കെ അതിൽ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ കാവലൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കഠിന വേദനയുടെ നാളുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചറിവിന്റെ കാലം ആരും നമുക്ക് ഇല്ല എന്നുള്ള ഒരു തോന്നല് നമുക്കുണ്ടായിട്ടുണ്ടാവാം. എനിക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആരുമില്ല. വല്ലാത്തൊരു തകർച്ചയിൽ തകർന്നു പോകുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ മനസ്സിലാക്കും ആരുമില്ല എന്നുള്ളത്. അതുവരെ എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നീട് ആരും ഉണ്ടായിരുന്നില്ല. അതും ഒരു തിരിച്ചറിവായിരുന്നു. ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് നമ്മളതിനെ നിരൂപണം നടത്തുമ്പോഴൊക്കെ നമ്മുടെ തഥാനുഗതമായിട്ടുള്ള അനുഭവ സമ്പത്തും നമ്മുടെ ജീവിതാഭിലാഷങ്ങളും ജീവിത നൈരാശ്യങ്ങളും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളും അതിൽ നിന്ന് തിരിഞ്ഞു വന്ന് നമ്മൾ എത്തിപ്പെട്ടതും ഇന്ന് നമ്മളെ സഹായിച്ചതും കൂടെ നിന്നവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം പേരും അവർക്ക് ഓർക്കുമ്പോഴൊക്കെ ഈ പുസ്തകം എനിക്ക് വളരെയേറെ താല്പര്യമായി തോന്നി. എൻ്റെ അധ്യാപകരാണ് എൻ്റെ സർജറിക്ക് വേണ്ടി എന്നെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയാണ്, കൂട്ടായ അഭ്യാസമാണ്, വിദ്യാഭ്യാസമാണ്. ആ അഭ്യാസം നടത്തുന്ന അധ്യാപകരായിരുന്നു എന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ അവര് എന്നെ പ്രേരിപ്പിച്ചത്, ഞാൻ പോയത്, പിന്നീട് സർജറിയൊക്കെ നടത്തി മടങ്ങി വന്നതും ഒക്കെ തന്നെ. അപ്പൊ എനിക്കായി എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അത് ഞാൻ ഓർത്തു, ഇത് എനിക്കായി തന്നെയാണെന്ന്. അപ്പൊ ഇങ്ങനെ സമാന ചിന്താഗതിയും അനുഭവങ്ങളുള്ള പുസ്തകങ്ങളോ ജീവിതാനുഭവങ്ങളോ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി പോലുള്ള എന്തുവേണം പറയാമൻ വായിക്കുമ്പോഴൊക്കെയാണ് ഒരു വായനക്കാരന്റെ ഉള്ളിലെ ഉള്ളലിവ് മനസ്സിലാവുന്നതും അദ്ദേഹം അലിയുന്നതും മനസ്സലിയുന്നതും മനുഷ്യസ്നേഹിയായി മാറുന്നതും മറ്റുള്ള സഹപ്രവർത്തകരെയും സ്നേഹിതരെയും സുഹൃത്തുക്കളെയും ഒക്കെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അവരിലൂടെയൊക്കെ ജീവിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനും ഒക്കെ അനുഭവമായി തീരുന്നത്. ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ എഴുതുക ഒരു അനുഭവക്കുറിപ്പ് എഴുതുകയായിരുന്നെങ്കിൽ ഈ എത്രയോ പേജുകളുള്ള 1000-ലധികം പേജുള്ള ഒരു പുസ്തകമായി അത് മാറിയെന്നും തീർച്ചയായിട്ടും ഈ പുസ്തകം എനിക്കൊരു പ്രചോദനമായി. ഞാൻ ഇത് ഭാഗവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ 2-3 ആഴ്ചയായി ആരോട് പറഞ്ഞിട്ടില്ല, രഹസ്യമാണ് എങ്കിൽ പോലും ഒരു 1-2 ചാപ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ബാക്കി പൂർത്തീകരിക്കണം. കുറെ സമയം എടുക്കുമായിരിക്കും, എന്നാലും ഞാൻ പുസ്തകമായി അത് പബ്ലിഷ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഇതുപോലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു വരുമ്പോഴാണ് നമ്മളും മനുഷ്യരായിട്ട് വീണ്ടും ഉരുത്തിരിഞ്ഞ് പുതിയ ഒരു പന്ഥാവിലേക്ക് കടന്നു വരുന്നത്. ഈ വായനാ ദിനത്തിന് കോരുള്ള സാറും ഈ നമ്മയുടെയും മറ്റു സഹപ്രവർത്തകരും ഒക്കെ ഇതുപോലെ താല്പര്യം കാണിക്കുകയും ഇതുപോലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനൊക്കെ ചെറിയ അറിവുകൾ നിന്നുകൊണ്ടൊക്കെ സംസാരിക്കാനൊക്കെ അവസരം കൊടുത്തതും പക്ഷേ നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി യൂത്രിയുടെ എല്ലാ ഭാരവാഹികളെയും എൻ്റെ ആശംസയും നന്ദിയും സ്നേഹവായ്പും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. വളരെ നന്ദി ബാബുരാജ് സാറ്. സാധാരണ വായന എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായിട്ട് സൂപ്പർഫിഷ്യലായിട്ട് വായിക്കുന്ന അവസ്ഥയുണ്ട്. പിന്നത്തുള്ള വായന എന്ന് പറഞ്ഞാൽ ഹൃദയസ്പൃക്കായിട്ട് ഇന്റേണലൈസ് ചെയ്ത് താതാത്മ്യം പ്രാപിക്കുന്ന വായന. സാറ് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്കായി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സാറ് കുറച്ച് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ട് തന്നെ അത് വളരെ കണ്ണുനീര് അണിയുന്ന അവസ്ഥയാണ്. കാരണം വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, കാര്യം അത് ശരിയായ രീതിയിൽ അത് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് സാറിന്റെ വായനാനുഭവം ഗൗരിയുടെ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ മാതാവ് ചെയ്ത ഒരു നല്ലൊരു പുസ്തകം. അതെല്ലാവരും വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് സാറിനോട് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചോളാം. അടുത്തതായിട്ട് നമ്മുടെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്
ഒരു ക്വിസ് മത്സരം, ക്വിസ് പോലത്തെ സാധനം ചെയ്യാനായിട്ട് നമ്മുടെ ശോഭന മേഡത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പം ഒരു ചെറിയ ഒരു വിരസത ഒഴിവാക്കാനായിട്ട് മാഡം തയ്യാറാണോ മാഡം? അപ്പൊ അതിന് പകുതി സമയം നമുക്ക് എടുത്തിട്ട് അടുത്ത് പിന്നെ എടുത്താൽ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതാവുമല്ലോ. ഓക്കെ ഓക്കെ സാർ. ശരി, താങ്ക് യു. എങ്ങനെ എല്ലാരും എഴുതുന്നോ അതോ ചോദ്യ ഉത്തരം അപ്പൊ തന്നെ പറയാം. എല്ലാരും മൈക്ക് ഉത്തരം ഓൺ പറഞ്ഞാൽ മതി ചെയ്യുക. സാർ. പറഞ്ഞാൽ മതി. ശോഭന മാഡത്തെ മിക്കവാറും എല്ലാവർക്കും അറിയാം. മാങ്ങാനം യൂത്ത് മെന്ററാണ്. അതോടൊപ്പം തന്നെ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ പ്രസിദ്ധിയിലേക്ക് എത്തിച്ചേർന്ന ഒരു മാഡമാണ്. മാഡം ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു. ബോട്ടണിയാണ് വിഷയം. ബാക്കി തുടർന്ന കാര്യങ്ങളൊക്കെ ആ മാഡത്തിന്റെ അറിവിന്റെ പാണ്ഡിത്യം ഈ ക്വിസ് മത്സരത്തിൽ കൂടെ മനസ്സിലാകും. എല്ലാവരും മൈക്ക് ഓൺ ചെയ്യുക. അതിനകത്ത് റൂൾസ് എല്ലാം മാഡം പറയും. താങ്ക് യു. മാഡത്തിലേക്ക് മൈക്ക് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മൈക്ക് ഓഫ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു സാബു സാർ, താങ്ക് യു ജോസഫ് സാർ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ വായനാ ദിനത്തില് ഇങ്ങനെ ഒരു ഒത്തുകൂടാൻ സാധിച്ചതിന് ജഗദീശ്വരനോട് നന്ദി പറയുന്നു. അപ്പൊ നമുക്കൊരു കുറച്ച് ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോദിക്കും. അപ്പൊ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ അറിയാമെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറയുക. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരെന്നറിയാം? അദ്ദേഹത്തിന്റെ ഫുൾ നെയിം പറയണം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവിന്റെ ഫുൾ നെയിം. PN പണിക്കർ. അത് ഫുൾ ആക്കണം. നാരായണ പണിക്കർ. നാരായണ പണിക്കർ ശരിയാ. ഇനി പിയും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. കിട്ടിയ ആർക്കെങ്കിലും? പുസ്തകം നോക്കാൻ സമയമില്ല, നെറ്റ് നോക്കാൻ സമയമില്ല. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകോളൂ. അടുത്ത ക്വസ്റ്റ്യനിൽ പോട്ടെ. ആൻസർ പറഞ്ഞിട്ട് അടുത്ത അതിന്റെ പകുതി മാർക്ക് എനിക്കാണ്. പറഞ്ഞോട്ടെ? ഓക്കെ. പുതുവായിൽ പിയുടെ ഫുൾ ഫോം പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വായനാ ദിന സന്ദേശം എന്താണ്? വായനാ ദിന സന്ദേശമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? വായിച്ചു വളരുക. ഓക്കെ, ഒന്നുകൂടെ ഉണ്ട്. വായിച്ചു വളരുക. വിവേകം നേടുക. രണ്ടാമത്തെ ഭാഗം വിവേകം നേടുക. ശരിയായ ഉത്തരം പ്രകാശ് സാർ അല്ലെ? ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഇനി അടുത്ത ചോദ്യം. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? ആരാണ്? ജൂൺ 19 2017 ശരിയായ ഉത്തരാണ്. ബാക്കി ആരാണ്? നരേന്ദ്രമോദി. ശരിയായ ഉത്തരം. എല്ലാവരും നല്ല വായനാശീലം ഉള്ളവരാണെന്ന് മനസ്സിലാകുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ആദ്യ വായനശാലയുടെ പേര്. ആദ്യമായി നമ്മുടെ പണിക്കർ സാർ ഉണ്ടാക്കിയ വായനശാലയുടെ പേര്. എല്ലാവർക്കും അവർക്ക് ലഭിക്കുന്ന മാർക്കുകളൊന്ന് സ്വന്തമായിട്ട് കൂട്ടി വെച്ചോണം കേട്ടോ. അതെ, എന്നിട്ട് ടോപ്പ് മാർക്ക് കിട്ടി നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യമായി നമ്മുടെ പണിക്കർ സാർ ഒരു വായനശാല ഉണ്ടാക്കി. അതിന്റെ പേര് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്. വിജ്ഞാനോദയല്ല. കേരളീയം അല്ല. ഒരു ധർമ്മമാണ്. ഒരു ധർമ്മത്തിൽ. സനാതനധർമ്മം. കറക്റ്റ് ആൻസർ. സനാതനധർമ്മം. ക്ലൂ കിട്ടിയപ്പോ പറഞ്ഞു അല്ലേ? ആരാ പറഞ്ഞേ? ദിനകരൻ. ദിനകരൻ സാർ, കൺഗ്രാറ്റ്സ്. അപ്പൊ അടുത്ത ചോദ്യം. ഈ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ എങ്ങനെ പ്രസിദ്ധമായി? എന്തിലാണ് കൂടുതലായി പ്രസിദ്ധമായത്? നീലമ്പേര് പടയണി. ജോസഫ് സാറ് അവിടെ കണ്ടത് കൊണ്ടെല്ലാം ഓർമ്മയിരിക്കുന്നു അല്ലെ? പടയണിക്ക് പ്രസിദ്ധമായ നീലംപേരൂരാണ് നമ്മുടെ പണിക്കർ സാറിന്റെ വീട്. അപ്പോൾ അടുത്ത ചോദ്യം. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം
അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. ഇത് ആരുടെ വരികളാണ്? തോൾ. വള്ളത്തോൾ. വള്ളത്തോൾ. ശരിയായ ഉത്തരം. ആരാ പറഞ്ഞേ? പ്രകാശ്. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ അടുത്ത ചോദ്യം, കുട്ടികൾ ആദ്യം പാടുന്ന ഒരു പാട്ടുണ്ട്, അത് എഴുതിയത് ആരാണ്? കുട്ടികൾ ആദ്യം പാട്ട് പാടാൻ തുടങ്ങുമ്പോഴേ ഏതാണ്ട് 90% കുട്ടികളും പാടുന്ന ഒരു പാട്ട്. കാക്ക കൂടെ ഇവിടെ എഴുതിയത് അതെ ഉള്ളൂരാണ്. അതെ അതെ, കാക്ക കാക്ക കൂടെ ഇവിടെ എഴുതിയത് ആരാണ്? ഉള്ളൂര്. കറക്റ്റ് ആൻസർ, ഉള്ളൂരാണ്. കാക്കേ കാക്കേ കൂടെ ഇവിടെ കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന പാട്ട് എഴുതിയത്. ഓക്കെ, ഇനി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് ആദ്യമായി സിനിമയിൽ ആ വ്യക്തിയുടെ ആദ്യത്തെ പാട്ടാണിത്. ആരാണ് ഇത് പാടിയത്? യേശുദാസ്. കറക്റ്റ് ആൻസർ, യേശുദാസ് ആണ്. യേശുദാസ് ആണ് പാടിയത്. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. ഒരു കവിതയുടെ സുഗതകുമാരി. സുഗതകുമാരി. രാത്രിമഴ. രാത്രിമഴ വിട്ടിട്ട് ഞാൻ ചൊല്ലിയതാണ്. അപ്പൊ എല്ലാരും അത് അറിയാവുന്നതായതുകൊണ്ട് എളുപ്പം പറഞ്ഞു. രാത്രിമഴ സുഗതകുമാരിയുടെ. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം കൂടി ഇപ്പൊ ചോദിച്ചു നിർത്താം. പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്ക് നീ. ആരുടെ? കുമാരനാശൻ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് ഈ ക്വിസ് മത്സരത്തിന്റെ ചോദ്യോത്തര പരിപാടിയുടെ ഒന്നാം ഭാഗം കഴിഞ്ഞു. ഇനി ദിനകരൻ സാറ് അദ്ദേഹം അല്പസമയം സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് മൈക്ക് കൈമാറുന്നു. ബാക്കി എല്ലാവരും മൈക്ക് ദയവായിട്ട് ഓഫ് ചെയ്താൽ ഉപകാരമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം സാറേ. എൻ്റെ പേര് ദിനകരൻ. ഞാനൊരു റിട്ടയർഡ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പ്രധാന താല്പര്യം കുട്ടിക്കാലം മുതലേ, അതായത് 23 വയസ്സ് മുതലുള്ളപ്പോഴേ തിയോസഫിക്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എൻ്റെ അച്ഛൻ ഒരു തിയോസഫിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ കുട്ടിക്കാലത്ത് നിങ്ങളെല്ലാവരും പോലെ വായിച്ച പുസ്തകങ്ങളൊക്കെ നോവല് തുടങ്ങി വിലാസിനിയുടെ അവകാശികൾ വരെയുള്ള പുസ്തകങ്ങളൊക്കെയാണ് കുട്ടിക്കാലത്തും ഒരു പ്രായം വരെ വായിച്ചത്. പിന്നീട് ഞാൻ തിയോസഫിക്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഒരു പുസ്തകം മനുഷ്യനെ മാറ്റിമറിക്കുക എന്നുള്ളതിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ച് ഏറ്റവും വലിയ ഉദാഹരണം ചൂണ്ടിക്കാട്ടാനുള്ളത് ഡോക്ടർ ആനി ബെസന്റ്. ഒരുപക്ഷെ തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന പേര് ആനി ബെസന്റിന്റെ ആയിരിക്കും. ഈ ആനി ബെസന്റ് വലിയ നിരീശ്വരവാദിയായിരുന്നു. ഫാബിയൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു. നാഷണൽ സെക്യുലർ സൊസൈറ്റിയുടെ വലിയ പ്രവർത്തകയായിരുന്നു. നിരീശ്വരവാദം അതായിരുന്നു അവരുടെ അന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ അവർ വിശ്വസിച്ചിരുന്ന കാഴ്ചപ്പാട്, സോഷ്യലിസം ഇത്യാദി കാര്യങ്ങൾ. ഈ ആനി ബെസന്റ് വളരെ യാദൃശ്ചികമായിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഒരാളായ മാഡം HP ബ്ലാവ്സ്കിയുടെ, റഷ്യൻ വനിതയാണ്, അവരുടെ ദ സീക്രട്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞ ഗ്രന്ഥം വായിക്കാനിടയുണ്ടായത്. ആ ഗ്രന്ഥം ഒരു വലിയ ഗ്രന്ഥം, 2 വോള്യൂംസ് ആണ് അത് ഇതിനുള്ളത്. ഒരു വോള്യം ഇൻഡെക്സ് ആൻഡ് ബിബ്ലിയോഗ്രാഫി. ഈ 2 വോള്യത്തിൽ ഒന്ന് കോസ്മോജെനിസിസും പ്രപഞ്ചോൽപത്തി, ഒന്ന് ആന്ത്രോപ്പോജെനിസിസ് മനുഷ്യോൽപത്തി. 1888 ഈ പുസ്തകം ലോകത്ത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ബ്ലാവ്സ്കിയുടെ മാഗ്നം ഓപ്പസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഞാൻ പറയാൻ പോകുന്ന ഈ ഗ്രന്ഥത്തെക്കുറിച്ചല്ല, മറ്റൊരു ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ഈ ഗ്രന്ഥം വായിച്ചതിന് ശേഷമാണ് ഡോക്ടർ ആനി ബെസന്റ് ഇതിന്റെ ഓഥറെ പോയി കണ്ടതും തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായിട്ട് ചേരാനായിട്ട് ആവശ്യപ്പെട്ടത്. അങ്ങനെ അവര്
തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കുകയാണ്. നിരീശ്വരവാദത്തോടും ഒരു അളവ് വരെ ഭൗതികവാദത്തോടും സോഷ്യലിസത്തെ കുറിച്ചുള്ള അവരുടെ മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാട് അതിനോടെല്ലാം വിട പറഞ്ഞിട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ വക്താവും പ്രചാരകയും ഒക്കെ ആയിട്ട് മാറിയത്. പിന്നീടുള്ള ചരിത്രം നിങ്ങൾക്കറിയാം. അവർ ഇന്ത്യയിൽ വന്നത് 1893 ഇന്ത്യയിൽ വന്നു. ഇവിടുത്തെ ഭാരതീയമായിട്ടുള്ള ദർശനങ്ങളെ കുറിച്ച്, ഗീതയെക്കുറിച്ച്, ഉപനിഷത്തുകളെ കുറിച്ച് ഒക്കെ പഠിച്ച് തിയോസഫിയുടെ വലിയ പ്രചാരകയായിട്ട് ഈ കേരളത്തിന്റെ തെക്കേ അറ്റത്തുമായ ആലപ്പുഴ പോലും വരാനും അവിടെ തന്നെ നേരത്തെ നമ്മൾ പണിക്കര് സാറിന്റെ ലൈബ്രറിയെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിച്ച പോലെ സനാതനധർമ്മം എന്ന വാക്ക് ഒരുപക്ഷെ കോയിൻ ചെയ്യപ്പെട്ടത് തിയോസഫിക്കൽ സൊസൈറ്റി വഴിയാണ്. ആലപ്പുഴയിലെ സനാതനധർമ്മ വിദ്യാശാല നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയമുണ്ടോ? അങ്ങനെ വലിയൊരു പ്രചാരം കേരളത്തിലും തിയോസഫിക്കൽ സൊസൈറ്റിക്ക് നൽകിയതിൽ ആനി ബെസന്റ് പങ്കുണ്ട്. ഈ ആനി ബെസന്റ് അന്ന് നടത്തിയ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഗുരുക്കന്മാര് പറയുന്നത് അടുത്ത് തന്നെ ലോകത്ത് വലിയൊരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ, വേൾഡ് ടീച്ചർ ഭൂമിയിൽ അവതരിക്കും. ആ വ്യക്തിയായിരിക്കും നാളെ ഈ ലോകത്തിന് വേണ്ട ആത്മീയമായ ഉപദേശങ്ങൾ നൽകുക. തിയോസഫിസ്റ്റുകൾ അവരെ സ്വീകരിക്കാനായിട്ട്, ആ മഹത് ശക്തിയെ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആളുകൾ ഇതെല്ലാം ഒരു ഫോക്ലോർ പോലെ, ഒരു നിസ്സാരമായ എന്തോ ഒരു കാര്യം ആരോ പറയുന്നു എന്ന രീതിയിൽ കണക്കാക്കിയ സമയത്താണ് ഡോക്ടർ ആനി ബെസന്റിന്റെ തന്നെ സഹപ്രവർത്തകനായ C.W. ലെഡ്ബീറ്റർ, അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ. അദ്ദേഹവും ഇതുപോലെ അടയാറിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള അടയാറിൽ വന്നിട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇദ്ദേഹം അടയാറിലെ ബീച്ചിൽ വെച്ചിട്ട് ഒരു കൊച്ചു പയ്യനെ, അതായത് ഒരു 10 വയസ്സിന് ഉള്ള പയ്യനെ കാണുകയും അദ്ദേഹത്തിന്റെ ക്ലയർവോയിന്റ് പവേഴ്സ് ഉപയോഗിച്ച് അദ്ദേഹത്തെ നിരീക്ഷിച്ചപ്പോൾ കണ്ടത് ഇത്രയേറെ സ്വാർത്ഥതയുടെ കണിക പോലും ഇല്ലാത്ത ഒരു കുട്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവനായിരിക്കും ഒരുപക്ഷെ നാളത്തെ ലോകം അറിയപ്പെടാൻ പോകുന്ന വേൾഡ് ടീച്ചർ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം ഉടനെ തന്നെ ഇത് ആനി ബെസന്റിനെ അറിയിച്ചു. ഇംഗ്ലണ്ടിലായിരുന്ന ആനി ബെസന്റിനെ അറിയിച്ചു. ആനി ബെസന്റ് പറഞ്ഞു, ആ പയ്യനെ, ആ കുട്ടിയെ, എൻ്റെ പേര് കൃഷ്ണ എന്നായിരുന്നു, ജിദ്ദു കൃഷ്ണമൂർത്തി എന്നാണ് പൂർണ്ണ നാമം. ആ പയ്യനെ ഇവർ അഡോപ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആ കുട്ടിയാണ് പിൽക്കാലത്ത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള, ഒരുപക്ഷെ നിങ്ങളുടെ വായന ചക്രവാളത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരുപാട് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വേൾഡ് ടീച്ചറായിട്ട് തന്നെ മാറിയ അദ്ദേഹത്തിന് കൃഷ്ണമൂർത്തി, ജിദ്ദു കൃഷ്ണമൂർത്തി എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. ആ കൃഷ്ണമൂർത്തിയുടെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ സംഭാവനയായിട്ടുള്ള ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ പുസ്തകത്തിന്റെ വലിപ്പം വളരെ ചെറുതാണ് ആകൃതിയിൽ. നമ്മളൊക്കെ ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഒരിക്കൽ വായിച്ച നോവല് നമ്മൾ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും രണ്ടാമത് വായിക്കില്ല. പുതിയൊരു നോവല്, പുതിയ ഓഥറുടെ പുസ്തകം, മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റുപോയ ഒരു പുസ്തകമാണെങ്കിലും 2 ലക്ഷം കോപ്പി അടിച്ചാണെങ്കിൽ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അത് രണ്ടാമത് വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ആ ഓഥറുടെ പുതിയ പുസ്തകം ഉണ്ടോ എന്നാണ് നമ്മൾ ഗ്രന്ഥശാലയിൽ പോയിട്ട് അല്ലെങ്കിൽ ബുക്ക് ഷോപ്പിൽ എന്നിട്ട് ചോദിക്കുക. പക്ഷെ ഈ പുസ്തകത്തിന്റെ വലിപ്പം നിങ്ങളെ അമ്പരപ്പിക്കും. ഇതാണ് ഈ പുസ്തകത്തിന്റെ വലിപ്പം. അറ്റ് ദ ഫീറ്റ് ഓഫ് ദ മാസ്റ്റർ. ഏകദേശം 84 പേജേ ഉള്ളൂ. നമ്മുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ വെക്കാവുന്ന വലിപ്പമുള്ള ഈ പുസ്തകം. ഇതിന്റെ വലിപ്പം ചെറുതാണെങ്കിലും എത്ര തവണ വായിച്ചാലും മതി വരാത്ത ഒരു പുസ്തകമാണിത്. എന്നുവെച്ചാൽ ഇത് ഗുരു 15 വയസ്സായ ഒരു കുട്ടിക്ക് 1910 ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടത് നൽകിയ ഉപദേശങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ലോകത്തിലെ ഏതാണ്ട് മിക്ക ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടൊരു പുസ്തകം കൂടിയാണ്. മിക്ക ഭാഷകളിലേക്ക് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കാം, മലയാളത്തിൽ ഈ പുസ്തകത്തിന് ഒരു വിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. മറ്റാരുമല്ല അതിന്റെ വിവർത്തനം എഴുതിയത്. ഇതാണ് മലയാള വിവർത്തനം. ഗുരുചരണങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് കവിതാരൂപത്തില് നമ്മുടെ ബാലാമണിയമ്മയാണ് വിവർത്തനം ചെയ്തത്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയോ എഡിഷൻസ്
ഈ 1910 ശേഷം ഈ പുസ്തകത്തിനുണ്ടായി. എത്രയോ ആളുകളുടെ ജീവിതത്തെ ഈ പുസ്തകം സ്വാധീനിച്ചിട്ടുണ്ട്. ഇതില് പറയുന്ന കാര്യങ്ങളൊന്നും പുതിയതല്ല, എന്നാൽ പുതിയ ഭാഷയിലാണ് ഇത് അവതരിപ്പിച്ചതെന്നുള്ളതാണ്. ഈ പുസ്തകം എടുക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത് ശങ്കരാചാര്യ സ്വാമികളുടെ വിവേക ചൂടാമണിയുമായിട്ട് വളരെ സാമ്യമുണ്ടല്ലോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ. 4 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്തി, മുമുക്ഷുത്വം, ഇതാണ് വിവേക ചൂടാമണിയുടെ കണ്ടന്റ്. ആത്മീയ കാര്യങ്ങൾ പരിചയമുള്ള ഒരു ജനതയ്ക്ക് ഒരുപക്ഷെ അതറിയാം. ഈ പുസ്തകത്തിലും ആദ്യം പറയുന്നത് ഡിസ്ക്രിമിനേഷൻ, 2 ഡിസയർലെസ്നെസ്, പിന്നെ ഷഡ്സമ്പത്തി എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ് ഗുഡ് കോണ്ടാക്ട് എന്നാണ്. പിന്നെ പറയുന്നത് മുമുക്ഷുത്വം അല്ലെങ്കിൽ മോക്ഷം നേടണം എന്നുള്ളതല്ല, ലവ്, സ്നേഹത്തെക്കുറിച്ചാണ് ഇതിന്റെ 4ാമത്തെ അധ്യായം പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ചെറിയ യാത്രയ്ക്ക് ഇടയിൽ 1 മണിക്കൂറോ മറ്റുള്ള യാത്രയ്ക്കിടയിൽ വായിക്കാവുന്ന ഒരു പുസ്തകമാണിത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം. ഇനിയും ആളുകൾ ഈ പുസ്തകങ്ങൾക്ക് എഡിഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് എല്ലാ റിലീജിയൻസിന്റെയും ടീച്ചിങ്സ് വളരെ സംക്ഷിപ്തമായിട്ട് രത്ന ചുരുക്കത്തില് പറഞ്ഞായിട്ട് നമുക്ക് കാണാം. ശ്രീബുദ്ധന്റെ ടീച്ചിങ്സ് ഇതിൽ കാണാം, സോക്രട്ടീസിന്റെ ടീച്ചിങ്സ് ഉണ്ട്, ഭഗവത്ഗീതയിൽ നിന്നുള്ള ഉദ്ധരണികളുണ്ട്. ലവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സെയിന്റ് പോളിന്റെ ടീച്ചിങ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഒക്കൾട്ടായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിന് എത്രയേറെ പ്രചാരം കിട്ടാൻ കാരണം ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി തന്നെയാണ്. ഇവിടുത്തെ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഊന്നി പറയുന്ന ഒരു പുസ്തകമാണ്. ഇതിൽ ഏത് മതക്കാരനായിക്കോട്ടെ, ഏത് രാജ്യക്കാരനായിക്കോട്ടെ, പക്ഷേ ഇതിൽ ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഭാഷയോ അല്ലെങ്കിൽ നിങ്ങളുടെ മതമോ ഇതൊന്നും പ്രസക്തമല്ല. ഇവിടെ ഈ പുസ്തകം വളരെ യുക്തിയുക്തമായിട്ട് നിങ്ങൾക്ക് വിശകലനം ചെയ്ത് പഠിക്കാം. ഈ പുസ്തകത്തിന്റെ ഓരോ അധ്യായവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഓരോ വരികളും നേരത്തെ പറഞ്ഞ പോലെ തോട്ട് ഫോർ ദ ഡേ എന്നുള്ള നിലയ്ക്ക് എടുത്ത് വായിക്കാം. ഈ പുസ്തകമാണ് ഞാനിന്ന് വായനാ ദിനത്തിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് വായനാ ദിനത്തിൽ നൽകുന്നു. ഇത് സനാതനമാണ്, സനാതന ധർമ്മം തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അതായത് എറ്റേണൽ റിലീജിയൻ, അതൊരു പ്രത്യേക റിലീജിയന്റെ ഭാഗമല്ല. സൂര്യപ്രകാശം ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് വേണ്ടിയല്ല എന്ന് പറയുന്ന പോലെ ഈ ടീച്ചിങ്സ് ഒന്നും തന്നെ, അതായത് വിവേകവും വൈരാഗ്യവും ഷഡ്സമ്പത്തിയും സ്നേഹവും, ഇതൊന്നും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ കുത്തകയല്ല. എല്ലാ കാലത്തും മനുഷ്യരാശിക്ക് ആവശ്യമുള്ള ജീവിക്കാൻ മനുഷ്യരാശി ക്ഷമിക്കണം, എല്ലാ കാലത്തും മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള ഇത്തരം ടീച്ചിങ്സ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു തരത്തില് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു കഥയോ കവിതയോ പഠിപ്പിക്കാതെ വളരെ മൂല്യവത്തായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ നമുക്ക് ഒരു വലിയ തലമുറയെ, ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ പണിക്കർ സാറ് തുടങ്ങി വെച്ച പ്രവർത്തനം സനാതന ധർമ്മ വായനശാല എന്നുള്ള പേരിൽ തുടങ്ങിയത്, അത് സനാതനമായ മൂല്യങ്ങളെക്കുറിച്ച്, മൂല്യങ്ങൾ മനുഷ്യന് പകർന്നു കൊടുക്കുന്ന ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മാറ്റം വരുന്നു, അതിലൂടെ സമൂഹത്തിന് മാറ്റം വരുന്നു, ലോകത്ത് തന്നെ ചലനം അനവരതം ഉണ്ടാകുന്നു. നമസ്കാരം. വളരെ നന്ദി ദിനേശൻ സാർ. 10-ാം വയസ്സില് ജിത്തു കൃഷ്ണമൂർത്തി എന്ന ഒരു ബാലനെ കണ്ടെത്തിയതും അദ്ദേഹത്തിനോട് പറഞ്ഞ ഉപദേശ രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഗ്രന്ഥമായിട്ട് ക്രോഡീകരിക്കപ്പെടുകയും അത് ഗുരു സന്നിധിയിൽ നിന്ന് ഒരു പുസ്തകമായി വന്നതിനെ കുറിച്ചുള്ള കഥ അദ്ദേഹമാണ് സംഭവം പറഞ്ഞത്. അദ്ദേഹത്തിൽ നിന്ന് വരുത്തിയ മാറ്റങ്ങളും തുടർന്നും ബാലമണിയമ്മ തർജ്ജമ ചെയ്തതും ഒക്കെ പറഞ്ഞല്ലോ. ഇനി അടുത്തത് മുഹമ്മദ് അലി എന്ന അദ്ദേഹമാണ് ഈ പുസ്തകം പറയുന്നതിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തോളുന്നു. ഗുഡ് ഈവനിങ് എവരിബഡി. കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. ഞാന് എന്താ പറയാ, കണ്ണൂരാണ് എൻ്റെ സ്ഥലം.
പേര് മുഹമ്മദ് അലി. ഞാൻ ഇന്ന് സാബിർ സാറിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോ വായനക്കാരനാണോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രം വായിച്ച ഒരാളാണ്. വീഡിയോ ഓണാക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോ എന്ത് തന്നെ ആയാലും ഇന്ന് വായനാ ദിനത്തിൽ വായനയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്. എല്ലാവരും വളരെ നന്നായിട്ട് ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ തന്നെ. എങ്ങനെയായാലും ഞാൻ വലിയൊരു വായനക്കാരനല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് കൊണ്ട് മാത്രം എന്നുള്ള ഒരു ആവശ്യം അത് വേണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പുസ്തകം നമ്മുടെ MT വാസുദേവൻ നായരുടെ നിന്റെ ഓർമ്മക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ പറ്റി ചെറുതായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ പലരും വായിച്ചിട്ടുണ്ടാവും. MT 4 മക്കളിൽ 4ാമത്തെ ആൺകുട്ടിയായിരുന്നു. MTക്ക് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോ നിനച്ചിരിക്കാതെ കിട്ടിയ ഒരു പെങ്ങളെ പറ്റി ഒരു ചരിത്രം അല്ലെങ്കിൽ തൻ്റെ ഒരു അനുഭവം അതൊരു കഥയായി എഴുതിയതാണ് MTയുടെ നിന്റെ ഓർമ്മക്ക്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും പെങ്ങളില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ കഥ തനിക്ക് പെങ്ങളില്ലാത്തതിന്റെ വ്യഥകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് MT എഴുതിയ ആ ഒരു കഥ അത് എനിക്കും എന്നും മനസ്സിൽ വളരെയധികം ഹൃദയസ്പർശിയായ ഒരു കഥയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് എന്നുകൂടി പറയാം. ഇവിടെ MTയുടെ ആ പുസ്തകത്തിന്റെ കഥ തുടങ്ങുന്നത് ഒരു പന്തീരാണ്ടിന് ശേഷം ലീലയെ പറ്റി ഞാൻ ഇന്ന് ഓർത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. MT ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പുസ്തകം എഴുതിയപ്പോൾ മാത്രമാണ് ഒരുപാട് കരഞ്ഞത് എന്നുള്ളത്. സത്യം പറഞ്ഞാല് MTയെ പോലും കരയിച്ച ഒരു ചെറിയ കഥാശകലം. ആ കഥ ഇങ്ങനെയാണ്. MTയുടെ ഫാദർ സിലോണിൽ, അന്നെല്ലാവരും ഇന്ന് ഗൾഫിലൊക്കെ പോകുന്നത് പോലെ അന്ന് ശ്രീലങ്കയിലായിരുന്നു പലരും ജോലി അന്വേഷിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ സിലോണിൽ പോയി അവിടെ വേറെ ഒരു കല്യാണം കഴിക്കുകയും അതിൽ ഒരു കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിയുമായി സ്വന്തം വീട്ടിലേക്ക് വരികയും ചെയ്തപ്പോ വീട്ടിലുണ്ടായിരുന്ന ചില പുകിലുകൾ അവസാനം അച്ഛൻ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാവുകയും അതിന്റെ ഭാഗമായി തിരിച്ച് നാട്ടിൽ സിലോണിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഈ MTയുടെ പെങ്ങള് MT ഒരു പ്രാവശ്യം മാത്രമാണ് ലീല എന്ന് പറയുന്ന പെങ്ങളെ കാണുന്നത്. ആ പെങ്ങളെ പറ്റി MT പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഓർമ്മിച്ചുകൊണ്ട് ഓർമ്മ വന്നപ്പോൾ എഴുതിയ ഒരു കഥയായിരുന്നു അത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പന്തീരാണ്ടിന് ശേഷം ലീലയെ പറ്റി ഞാൻ ഇന്ന് ഓർത്തുപോയി. ലീല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചേക്കാം, തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞുകൊള്ളട്ടെ, അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതായത് അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് കുറെ പഴയ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു പഴയ റബ്ബർ മൂങ്ങ കിട്ടുകയാണ്. ഈ റബ്ബർ മൂങ്ങ MTക്ക് സമ്മാനമായി കൊടുത്തത് ലീലയായിരുന്നു എന്നുള്ളതാണ് ആ കഥയുടെ രത്ന ചുരുക്കം. ചുരുക്കി പറഞ്ഞാല് ഒരു MTയുടെ ഒരു പെങ്ങളില്ലാത്തതും ആ പെങ്ങളെ നഷ്ടപ്പെട്ടതുമായ വ്യഥകൾ കൃത്യമായി ആ ഒരു കഥ വായിച്ചാൽ മനസ്സിലാവും. MTക്ക് അവിടെ നഷ്ടപ്പെടുന്നത്, അന്ന് MTയുടെ വീട്ടിൽ നിന്ന് പെങ്ങളെയും കൂട്ടി അച്ഛൻ പടിയിറങ്ങുന്നതാണ് ആ കഥയിലുള്ളത്. അച്ഛനും കൂടി MT പിന്നീട് അച്ഛനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, ഈ കഥയിലൊന്നും പറയുന്നില്ല, ചരിത്രം എനിക്കറിയില്ല. അപ്പോ അവിടെ അച്ഛനെ ആയിരുന്നില്ല, അച്ഛനെ നഷ്ടപ്പെടുന്നതോ അച്ഛനെ മിസ് ചെയ്യുന്നതോ അല്ല കൂടുതലായി MT അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. MT അവിടെ പറയുന്നത് മുഴുവനും പെങ്ങളെ പറ്റിയും പെങ്ങളെ നഷ്ടപ്പെടുന്നതിനെ പറ്റിയുമാണ്. അതിന്റെ ഇടയിൽ
MT പറയുന്നുണ്ട് ഒരു പെങ്ങളുണ്ടാവുക എന്നത് നല്ലൊരു കാര്യമാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഭംഗിയായി പൊതിഞ്ഞു കൊടുക്കാൻ പെങ്ങന്മാരുണ്ടാവും. കൂടാതെ വീട്ടിൽ കല്യാണം ഉണ്ടാവും, അളിയനായി ഒരാൾ വീട്ടിലേക്ക് വരും. എന്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല, എനിക്കൊരു പെങ്ങളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് MT ആ പോകുന്നത്. എനിക്ക് വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവസാനം ആ ഒരു പെങ്ങളുടെ കയ്യിൽ ഒരു വെള്ളി മൂങ്ങ ഉണ്ടായിരുന്നു. MTക്ക് എങ്ങനെയെങ്കിലും ആ വെള്ളി മൂങ്ങ ഒന്ന് തൊട്ടു നോക്കണം എന്നെങ്കിലും ഒരു ആഗ്രഹം. വളരെ 4 മക്കളിൽ 4-മത്തെ ആളാണ്. അച്ഛന്റെ അടുത്ത് പോയിട്ടില്ല, അച്ഛനെ കൂടുതലായിട്ട് അറിയില്ല, അച്ഛന്റെ കൂടെ താമസിച്ചിട്ടില്ല. ചേട്ടന്മാരൊക്കെ സിലോണിൽ അച്ഛന്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. MTക്ക് അങ്ങനെയുള്ളൊരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ആ സമയത്ത് അച്ഛൻ MT അച്ഛന്റെ അടുത്ത് ധൈര്യസമേതം ഒരു പ്രാവശ്യം പോയി, പക്ഷെ ചോദിക്കാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാല് വീട്ടിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അമ്മയും അച്ഛനും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ നടക്കുകയും പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ അച്ഛൻ തന്റെ പെങ്ങളായ ലീലയും കൂട്ടി തിരിച്ചു പോവുകയാണ്. ആ നിമിഷത്തിൽ ലീല MTയുടെ അടുത്തേക്ക് വന്ന് MTക്ക് ആ ഒരു വെള്ളി മൂങ്ങ സമ്മാനമായി നൽകുകയാണ്. അത് പിന്നീട് MT അതെടുത്ത് തന്റെ ക്ലാസ്സിലൊക്കെ പോയി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. സത്യം പറഞ്ഞാല് വളരെ ഹൃദയസ്പർശിയായ ആ ഒരു കഥ. എനിക്കറിയില്ല എല്ലാവരെയും ഏത് രീതിയിലാണ് അത് സ്വാധീനിക്കുക എന്നുള്ളത്, പക്ഷെ MTയെ എത്രയോ സ്വാധീനിച്ചൊരു കഥയായിരിക്കാം. എനിക്കും അത് വായിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്, സങ്കടവും എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ് മനസ്സിൽ വരാറുള്ളത്. അദ്ദേഹം നിർത്തുന്നത് ഇങ്ങനെയാണ്: 12 ശേഷം ഞാൻ ഇന്ന് ലീലയെ കുറിച്ച് ഓർത്തുപോയി. പ്രിയപ്പെട്ട സഹോദരി, നാഴികക്കപ്പുറത്ത് നിന്ന് ഞാൻ മംഗളം നേരുന്നു. നിന്റെ ഓർമ്മക്ക് വേണ്ടി ഞാനിത് കുറിക്കട്ടെ. വളരെ നല്ലൊരു സ്റ്റോറിയായിരുന്നു. എല്ലാവരും വായിച്ചവരായിരിക്കാം, നിങ്ങളൊക്കെ വായിക്കുന്നവരാണ്, വായനാശീലമുള്ളവരാണ്. ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ ഞാനത് സജസ്റ്റ് ചെയ്യുകയാണ്, നിർത്തുകയാണ്. നന്ദി. മുഹമ്മദ് അലി സാറിന് വളരെ വളരെ നന്ദി പറയുന്നു. കാരണം തൻ്റെ അനുഭവവും MT വാസുദേവന്റെ അനുഭവവും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കുകയും അതിൽ ഹൃദയം കൊണ്ട് സംസാരിക്കുകയും ഹൃദയസ്പൃക്കായിട്ട് ആ അനുഭവം പങ്കുവെക്കുകയും ചെയ്ത മുഹമ്മദ് അലി സാറിന് വളരെ നന്ദി. അടുത്തതായിട്ട് ആർക്കെങ്കിലും, സമയം ചുരുക്കമാണല്ലോ, പങ്കെടുക്കാൻ അപേക്ഷിക്കുന്നു. മോഹൻദാസ് സാറുണ്ട് സാർ. മോഹൻദാസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് മോഹൻദാസ് ആണ്. ഞാൻ 16-ാമത്തെ വയസ്സ് മുതൽ ലൈബ്രറി ആയിട്ടുള്ള ഒരു അടുപ്പം തുടങ്ങിയതാണ്. അച്ഛനിൽ നിന്ന് കിട്ടിയതാണ് ഈ അടുപ്പം. വായനയിലേക്ക് കൊണ്ടുവന്നതും അച്ഛൻ തന്നെയാണ്. ആ 16 വയസ്സിൽ തുടങ്ങിയ വായനയിൽ കൂടി ലൈബ്രറിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു ലൈബ്രറിയുടെ 60 വർഷം പൂർത്തിയാകുന്ന ഒരു ലൈബ്രറിയുടെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് വായനാ ദിനമായിട്ട് തിരുവനന്തപുരത്ത് അടുത്തുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലെ 80 കുട്ടികളുടെ ഉള്ള ഒരു കൂട്ടായ്മയിൽ അവർക്ക് കുറെ പുസ്തകങ്ങൾ സമ്മാനിച്ച് അവരുടെ ക്ലാസ് മുറിയിൽ തന്നെയാണ് ആ ഒരു എന്താ പറഞ്ഞാൽ പുസ്തക വായനയ്ക്ക് ഉള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ലൈബ്രറി തിരഞ്ഞെടുക്കണമെന്നില്ല, സമയം കിട്ടുമ്പോൾ അവിടെ നിർത്തി വായിക്കത്തക്ക വിധത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വായന ദിവസത്തിൽ അത് ചെയ്തതിൽ ഒരു സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മാതൃഭാഷ തമിഴാണ്, ഞാൻ പഠിച്ചതും തമിഴാണ്. പക്ഷെ മലയാളമായിരുന്നു കൂടുതൽ എന്താ പറഞ്ഞ പോലെ സമകാലിക വാരികകളും പുസ്തകങ്ങളൊക്കെ ആണ് ആ കാലഘട്ടത്തിൽ വായിച്ചത്. പിന്നെ നമ്മുടെ വിലാസിനിയുടെ ഇണങ്ങാത്ത കണ്ണികളും പിന്നെ രാജലക്ഷ്മിയുടെ പുസ്തകങ്ങളും VT പട്ടതിയുടെ ബുക്കുകളും ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന ആ നല്ല ഒരു ക്ലാസിക് ഇതൊക്കെ വായിച്ചതൊക്കെ ആ കാലഘട്ടത്തിലായിരുന്നു. അന്ന് ഇഷ്ടപ്പെട്ട ഒരു ബുക്കായിരുന്നു നാലുകെട്ട്. അതിലെ ആ അപ്പുവിന്റെ കഥാപാത്രം ഇന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ വളർച്ചയും അതിന്റെ ഉയർച്ചയും എല്ലാം നമുക്ക് ഒരു പറയല് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഒരു പ്രചോദനമായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും നേരത്തെ ജോസി സാർ പറഞ്ഞ പോലെ ബൈബിളിന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടുള്ള തിരുക്കുറളെ കുറിച്ചാണ്. ആ തിരുക്കുറൾ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഏത് മതക്കാർക്കും ഏത് ലോകത്തുള്ള ഏത് ഭാഗത്തിലുള്ളവർക്കും ഒരു മാർഗദർശിയായിട്ട് ഒരു ജീവിക്കാൻ ഉതകുന്ന ഒരു വഴികാട്ടിയായിട്ട് പിന്നെ
ഇരിക്കുന്നുണ്ട്. അതിൽ നിന്നും 1330 പീരീഡുകളുള്ളതിൽ ഒരു 10 എനിക്ക് എപ്പോഴും എനിക്ക് ഓർക്കാനും നമുക്ക് അത് പിന്തുടരാനും അല്ലെങ്കിൽ ജീവിതത്തിൽ അത് അനുഷ്ഠിക്കാനുമുള്ള കുറവാണ്. അത് മാത്രം ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. ആദ്യമായിട്ട് പുള്ളി തിരുവള്ളുവർ പറയുന്നത് സ്നേഹത്തിനും അല്ലെങ്കിൽ വാത്സല്യത്തിനും അടച്ചു വയ്ക്കുന്ന ഏതെങ്കിലും കൂട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം നമുക്ക് ഒരാളോട് നല്ല അടുപ്പമുണ്ട്, അല്ലെങ്കിൽ സ്നേഹമുണ്ട്, വാത്സല്യം ഉണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും ഊർന്നു വരുന്ന നിഷ്കളങ്കമായ ആ കണ്ണീര് തന്നെയാണ് നമുക്ക് അവരോടുള്ള ആ സ്നേഹത്തിനെ അത് പുറത്ത് കാണിച്ചേക്കും. നമുക്ക് അടക്കി വെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അൻപർക്കും ഉണ്ടോ അടയ്ക്കുന്ന ആർവിലർ പുൻകണ്ണീർ പൂസിതരും. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തിയേക്കുന്നത്. 2, എങ്ങനെയാണ് സൗഹൃദം വേണ്ടത്? ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ആത്മാർത്ഥമായുള്ള ഒരു സൗഹൃദത്തിനുള്ള ഒരു വിവരണം കൂടി പറയുന്നുണ്ട്. നമ്മൾ ഉടുപ്പിക്കുന്ന ഉടയാട നമ്മുടെ ദേഹത്തിൽ നിന്നും വഴുതിപ്പോകുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ കൈകൾ നമ്മുടെ തലയിൽ ചുമടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് ചെന്ന് നമ്മുടെ മാനം കാക്കാൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് കൈ എങ്ങനെ എത്തുന്നോ അതേപോലെ ആയിരിക്കും അന്ന് സഹായിക്കേണ്ടത്. ഉടുക്കൈ ഇഴന്തവൻ കൈ പോലെ ആകെ. ഇടുക്കൻ അവർക്ക് വന്ന ഒരു പ്രയാസം നമ്മളെ കളയുന്നതാണ് സൗഹൃദം എന്നുള്ളത്. പിന്നെ വായിക്കുന്നത് എങ്ങനെ വായിക്കണം എന്ന് വായിക്കുന്നത് വായിക്കുക. കസട വായിക്കുന്നത് അതിന്റെ കുറ്റമറ്റ രീതിയിൽ എല്ലാ സംശയങ്ങളും തീർത്ത് വായിക്കണം. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ആ വഴിക്ക് എന്നെ നിൽക്കുകയും വേണം. അതർക്ക് സഹായം. എന്താണോ നമ്മൾ അഭ്യസിച്ചത്, എന്താണോ പഠിച്ചത്, ആ പഠിച്ച രീതിക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കാൻ നമ്മള് ദൃഢനിശ്ചയമെടുക്കണം. പിന്നെ അച്ഛനും മകനും ഉള്ള ഒരു ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. അച്ഛന്റെ കർത്തവ്യം എന്ന് പറയുന്നത് തന്റെ മകർക്കാറ്റ് ഉദവി ഇവൻ ഈ വയ്യത്ത് മുൻതിരിപ്പ് ചെയ്യൽ. ഈ ആ പുത്രനെ ഈ ലോകത്തിന് മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ട് അവനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ മകൻ അച്ഛൻ ചെയ്യേണ്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഇതുവരെ എന്ന് പറയുന്നത് ആൾക്കാരെ കൊണ്ട് ഇവന്റെ അച്ഛൻ എന്ത് തപസ് ചെയ്തിട്ടാണോ ഇങ്ങനൊരു പുത്രനെ ജന്മം കൊടുത്തത് എന്ന് പറയുന്ന രീതിക്കായിരിക്കണം എന്നുള്ളത്. പിന്നെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് ഒരു മകന് ജന്മം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു മാനസിക ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ അവർ സന്തോഷിക്കുന്നത് അവൻ നല്ല സൽപ്രവർത്തി ചെയ്ത് മറ്റൊരു എന്താ പറഞ്ഞ പോലെ ഒരു സൽപുത്രൻ എന്ന് പേര് കേൾപ്പിക്കുമ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊന്നും പറയുന്നുണ്ട്, ഇന്നാൾ ചെയ്താറേ നമുക്ക് ഒരാൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി തന്നാൽ പോലും അല്ലെങ്കിൽ നമ്മൾ വിഷമിപ്പിച്ചാൽ പോലും അദ്ദേഹം നാണിച്ച് തല കുനിക്കുന്ന രീതിക്ക് അവർക്ക് നല്ലത് ചെയ്യണം. അതാണ് അതിന്റെ പ്രതികാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ ഒരു സന്ദർഭം കിട്ടിയാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം മറ്റവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ചെറിയ ഉപകാരമാണെങ്കിൽ പോലും അതിന്റെ ഫലം അറിയുന്നവർക്ക് അവർ ഈ ലോകത്തിനേക്കാൾ വലുതായിട്ട് ആ സഹായത്തെ അവരെ മനസ്സിൽ ഏറ്റുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി ഒന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്ത് ഉപകാരം ചെയ്തതിനെ മറന്നാലും അതിന് പ്രായച്ചിത്തമുണ്ട്. പക്ഷെ ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കരുത് എന്ന് പറയുന്നത്. പിന്നെ അവസാനം പറയുന്നുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുകയാണെങ്കിൽ ജനിച്ചു വളർന്നു ഇതാണെന്നുണ്ടെങ്കിൽ പ്രശസ്തിയിലേക്ക് ചെന്നെത്തണം. അല്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് എന്താണ് പ്രയോജനം? തൽക്കാലം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ 10 മാത്രമേ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. സമയം കിട്ടുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ സാറ് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു 84 പേജ് ഉള്ളതുപോലെ തന്നെ ഏറ്റവും ചെറിയൊരു പുസ്തകമായിട്ടുള്ളതുണ്ട്. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉപകരിക്കുന്ന ഒരു ഇതായിട്ടാണ് തിരുക്കുറൾ ഞാൻ ഇതാക്കുന്നത്. ഈ സന്ദർഭം ഒരുക്കി തന്ന സാബു സാറിനും പ്രോട്ടോക്കോൾ എല്ലാവർക്കും ഒരു പേജ് നന്ദി പറയുന്നു. മോഹൻദാസ് സാറ് നമ്മുടെ പ്ലാറ്റ്ഫോമിലെ തിരുക്കുറളിനെ കുറിച്ച് ആദ്യം മുതലേ ഓരോ 10 ശ്ലോകങ്ങളായിട്ട് 4 ക്ലാസ്സുകൾ സാർ എടുത്തു. കേൾക്കാൻ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. കുരുള സാർ. ഓക്കെ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഏതെങ്കിലും ആർക്കെങ്കിലും? ഞാനൊരു പുസ്തകത്തെ പറ്റി പറഞ്ഞോട്ടെ. പറയൂ.
ഞാൻ സത്യം പറഞ്ഞാല് ഒരു പുസ്തകം ഇന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാനിപ്പം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താനായിട്ട് ഏറ്റവും അധികം ഉത്സാഹം കാണിച്ച എന്റെ സുഹൃത്തുക്കളായ ഡോക്ടർ സാബു കേരളം, ശ്രീ ജോസഫ് കൊരുള എന്നിവർക്ക് ആദ്യമായിട്ട് നന്ദി പറഞ്ഞോട്ടെ. കാരണം ഇത് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു സംഭവമാണ്. കാരണം വായന ഇപ്പം വളരെയധികം കുറഞ്ഞു പോകുന്നു. അപ്പൊ വായനയിലേക്ക് നമ്മൾ ആൾക്കാരെ കൂട്ടിക്കൊണ്ടു വരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇപ്പൊ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു പുസ്തകം പരിചയപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനെപ്പറ്റി പറയാനും ഞാൻ ശരിക്കും തയ്യാറെടുത്തിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആവിഷ്കരിക്കുന്നു എന്ന് ചിന്തിച്ചപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് ഒരു പുസ്തകം, അതിനെപ്പറ്റി പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ചെറുപ്പത്തിൽ വളരെ കൂടുതൽ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ജോലി, കുടുംബം അങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം വായന വളരെ കുറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും വായന തുടങ്ങണം എന്നൊരാഗ്രഹം തോന്നിയപ്പോ എനിക്ക് ആദ്യം എന്റെ മനസ്സിലേക്ക് വന്ന പുസ്തകമാണ് ഒരു യോഗിയുടെ ആത്മകഥ. ഇത് ഞാൻ ഒരിക്കൽ വായിച്ചതാണ്. കാരണം ഞാൻ ജനിച്ചതും എൻ്റെ ജീവിതം, അതായത് എൻ്റെ പേഴ്സണാലിറ്റി, ഇതെല്ലാം വന്നത് ക്രിസ്തീയ പാരമ്പര്യത്തിലും ക്രിസ്തീയ ജീവിതത്തിലൂടെയാണ്. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചത് കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബൈബിളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളതും എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളതുമായ പുസ്തകം. പക്ഷെ അപ്പോഴും ഞാൻ എപ്പോഴും എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കണം, ഇതേതാണ് സത്യം, അങ്ങനെയുള്ളൊരു അന്വേഷണം. കാരണം ഞാൻ സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്സ് ഒക്കെ എടുത്ത് വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ വായിച്ച ഒരു പുസ്തകം, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പുസ്തകം, അത് വീണ്ടും എടുത്ത് വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്ന ഒരു പുസ്തകത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പരമഹംസ യോഗാനന്ദൻ ഒരു ഋഷിവര്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു യോഗിയുടെ ആത്മകഥ. അത് ഞാൻ ആദ്യം അത് വായിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 15 വർഷം മുമ്പാണ്. അന്നത് ഇംഗ്ലീഷ് പ്രതിയാണ് എനിക്ക് കിട്ടിയത്. അത് വായിച്ചു തുടങ്ങി. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ അങ്ങ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് പോകുന്നില്ല. കാരണം പല വാക്കുകളുടെയും അർത്ഥം ഒന്ന് പഠിച്ചിട്ടൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വളരെ സ്ലോ ആയി പോകുന്നു. പക്ഷെ എനിക്ക് ആകാംക്ഷ ഭയങ്കര കൂടുതലും ആകുന്നു അത് വായിക്കാൻ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു തരത്തിൽ അതിന്റെ ഒരു മലയാളം വിവർത്തനം പുസ്തകം കണ്ടുപിടിച്ചു. അതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന്റെ ഇംഗ്ലീഷ് പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഈ മലയാളം പുസ്തകമാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് വായിച്ചത്. പരമഹംസ യോഗാനന്ദ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ 1893 ജനുവരി 5-ാം തീയതി ജനിച്ചു. കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് 1915 ബിരുദം എടുത്തു. അതിനുശേഷമല്ല, അദ്ദേഹം യോഗിയായിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തില് അദ്ദേഹത്തിന്റെ ജീവചരിത്രം മുഴുവനായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കള്, അദ്ദേഹത്തിന്റെ വളരെ വളരെ വലിയ അദ്ദേഹത്തെ ആത്മീയ ജീവിതത്തിലേക്ക് നയിച്ച അനുഭവങ്ങള്, അദ്ദേഹം വളരെ കാലം നടന്ന് കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ യോഗ്യവര്യൻ, ഈ ഗുരു എന്ന് തന്നെ പറയാം, ശ്രീ യുക്തേശ്വര സ്വാമി ശ്രീ യുക്തേശ്വര ജി ആണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ, ഗുരു. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിൽ US-ലൊക്കെ പോവുകയും അദ്ദേഹത്തിന്റെ, അതായത് സത്സംഗ എന്ന് പറയുന്ന ഒരു സത്സംഗ സൊസൈറ്റിയാണ്, സെൽഫ് റിയലൈസേഷൻ സൊസൈറ്റി, സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പ് സ്ഥാപിക്കുകയും അവസാനം അദ്ദേഹം 1952 ലോസ് ആഞ്ചൽസിൽ വെച്ചാണ് പരമഹംസ യോഗാനന്ദ മഹാസമാധി പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആ പുസ്തകം വായിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്നെ അത് വളരെയധികം ആകർഷിച്ച ഒരു പുസ്തകമാണ്. നമ്മൾ ഈ ഓരോ മതവും ഓരോ ജാതിയും ഇതെല്ലാം പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ലെന്നും ഇതിന്റെ എല്ലാം സത്യം ഒന്നാണെന്നും ഒക്കെ ഈ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ആ ജീവചരിത്രത്തിൽ കൂടി പോകുമ്പോൾ നമ്മളെ ആത്മീയമായിട്ടും നമ്മുടെ ജീവിത ശൈലിയും എല്ലാം നമുക്ക് വളരെ ഒരു വളർച്ച ലഭിക്കും എന്ന്, കൂടുതൽ നമുക്ക് സംശയാലുക്കളായി മുന്നോട്ട് പോകേണ്ട നമ്മൾ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ച ഒരു പുസ്തകമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ഒന്ന് എല്ലാരെയും പരിചയപ്പെടുത്തണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വന്ന് സംസാരിച്ചതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി.
താങ്ക് യു ലീന മാഡം. ലീന മാഡം പ്രതിദാനം ചെയ്യുന്നത് കോട്ടയം ഈസ്റ്റ് എന്ന യൂത്ത് ലീഗ് ആണ്. ഇനി ഒരു ആർക്കെങ്കിലും പറയാനായിട്ട് അവസരം ഉണ്ട്? ഞാനൊരു ഒന്ന് പറഞ്ഞോട്ടെ. പറയൂ സാർ, പറയൂ. ഞാന് ഇത്രയും നല്ലൊരു അനുഭവ സമ്പത്ത്, വായനാനുഭവം എല്ലാവരും പങ്കുവെച്ചതിന് വളരെ സന്തോഷം. എനിക്ക് 4 പുസ്തകങ്ങളാണ് പെട്ടെന്ന് ഓർമ്മയിലെത്തുന്നത്. ഒന്ന് ഒരു ദേശത്തിന്റെ കഥ എന്ന എസ് കെ പൊറ്റക്കാടിന്റെ ശ്രീധരൻ എന്നൊരു കഥാപാത്രം അതിരണി പാടത്ത് എന്നൊരു ഗ്രാമത്തിലുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവവും അത്രയും ഞാനത് എൻ്റെ ഓർമ്മയിൽ 9ാം ക്ലാസ്സിലാണ് പഠിച്ചത്. അത് ഒരു 2 ദിവസം കൊണ്ട് ആ വലിയൊരു ബൃഹത് ഗ്രന്ഥം വായിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അതിപ്പോഴും വളരെ കരളലിയിക്കുന്ന അനുഭവങ്ങളും അങ്ങനെ ഒരു പുസ്തകം. രണ്ടാമത്തെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആത്മകഥ എന്തെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ മഹാത്മാഗാന്ധിയുടെ മൈ എക്സ്പീരിയൻസ് വിത്ത് ദ ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ. ഒരു ടീനേജർ എന്ന നിലയിൽ അത് വളരെ മാറ്റം വരുത്തുകയും, അത് വായിക്കുമ്പോൾ വളരെ മാറ്റം വരണമല്ലോ. അപ്പൊ അങ്ങനെ അത് ഓരോ അധ്യായത്തിലെ ഓരോ ഭാഗങ്ങളൊക്കെ വന്ന് അവസാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ അനുഭവങ്ങളും ഒക്കെ വന്നപ്പോൾ ഇച്ചിരി പ്രയാസമായിട്ട് തോന്നി. എങ്കിലും ആരംഭകാലത്തെ മഹാത്മാഗാന്ധിയുടെ ഏർലി ചൈൽഡ്ഹുഡ് വളരെ ജീവിതത്തിൽ ഇത് മാറ്റം വരുത്തിയതാണ്. അതുപോലെ മൂന്നാമത് ഒരു പുസ്തകം പറയാനുള്ളത് അഗ്നിസാക്ഷി, ലളിതാംബി അന്തർജനത്തിന്റെ ഒരു ഫ്രീഡം ഫൈറ്റർ എന്നൊരു സ്ത്രീ അവസാനം ഹിമാലയ സാനുക്കൾ എവിടെയോ ഒരു സന്യാസിനി ആകുന്ന ഒരു അവസ്ഥ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വായിച്ച സാക്ഷാല് മുഹമ്മദ് അലി എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ശരിക്കും അത് വായിക്കുമ്പോൾ എങ്ങനെയൊക്കെ തേങ്ങൽ ഉണ്ടാകുന്നുണ്ട്. കാര്യം നമ്മുടെ ഇടത്തിൽ ഒരു ഫൈറ്റർ അവസാനം ഒരു ഫിലോസഫറോ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സന്യാസത്തിലേക്കുള്ള ആ ഒരു ആണ് അത്. ലളിതാംബിക അന്തർജനം പുസ്തകത്തെ കുറിച്ച് തന്നെ ജീവിത അനുഭവത്തെ കുറിച്ചുള്ള മാറ്റത്തെക്കുറിച്ച് പറയുന്നു. 4ാമത് പറയാനുള്ളത് MT വാസുദേവൻ നായരുടെ മഞ്ഞ് മിസ്റ്റ് എന്ന ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം. ഞാൻ ഇംഗ്ലീഷും വായിച്ചിട്ടുണ്ട്, മലയാളം വായിച്ചിട്ടുണ്ട്. വിമല എന്നൊരു അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു നിരന്തര കലഹത്തിൽ ഉള്ള ഒരു വീട്ടിൽ ജനിച്ച മൂത്ത മകള്, അതിന്റെ അനിയത്തി, ആരുടെ കൂടെ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു അനിയത്തി, ഒരു ആംഗ്ല ചെറുക്കൻ, ഇങ്ങനെ ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കുകയും ഒരു അവധിക്കാലത്ത് അവർ തമ്മിൽ ഒരു പ്രണയത്തിൽ ഏർപ്പെട്ട അവസ്ഥയിൽ വന്ന് അല്പസമയം ചെലവഴിച്ചിട്ട് പോയ ഒരു ടൂറിസ്റ്റ് അയാളെ തേടുന്നു. അതുപോലെ തന്നെ ഒരു ഗോര സാഹിബ് എന്ന് പറഞ്ഞ ഒരു പയ്യന്, അവനൊരു ഏതോ ഒരു വിദേശിയില് നാട്ടിലുണ്ടായ പർവ്വത പ്രദേശം ഉണ്ടായ ആ ടൂറിസ്റ്റ് നൈനിറ്റാൽ എന്ന സ്ഥലത്ത് ഏതോ ഉണ്ടായ ഒരു ജാരസന്തതിയായിരുന്നു. അവന്റെ അച്ഛന്റെ പടം അവന്റെ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അവനും അവന്റെ അച്ഛനെ പ്രതീക്ഷിക്കുന്നു. വിമല എന്ന് പറഞ്ഞ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ സ്കൂളിലെ തന്റെ കോൺവെന്റില് വെക്കേഷൻ ആയിട്ട് പോലും പോവാതെ തന്റെ ഒരു സമയത്ത് അല്പസമയം ചെലവഴിച്ച ആ വ്യക്തിയെ കാണാൻ പറ്റും. എല്ലാവരും അതുപോലെ തന്നെ അച്ഛൻ മരിച്ചെന്നുള്ള ലെറ്റർ വരുന്നതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ വൺ ആഫ്റ്റർ അതർ അത് വളരെതായിട്ട് ആണ്. പിന്നെ 5ാമത്തെ ബുക്ക് അത് രാജൻ കാക്കനാട്, റഷ്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനായിട്ട്. കാരണം അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതിന് കാരണം അദ്ദേഹം റഷ്യൻ കോൺസുലിന്റെ വാഷ്റൂം അഥവാ ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുകയും ഡിസ്മിസ് ചെയ്യുകയും അതിന്റെ വാശിപ്പുറത്ത് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഹിമാലയത്തിലേക്ക് പോകുന്ന ഒരു യാത്രയാണ്, നടന്നാണ് പോകുന്നത്. അത് വളരെ ചിലയിടത്ത് ഈ ഹുക്ക വലിക്കുന്ന അല്ലെങ്കിൽ മയക്കുമരുന്ന് ഒക്കെ പുകയ്ക്കുന്ന ആളുകളുടെയും ഒക്കെ ഒരു 17 ദിവസത്തെയാണ് ഞാൻ കൂട്ടിയത്. പക്ഷെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ അറിയുന്നത് നമ്മുടെ കാക്കനാട് എന്ന അദ്ദേഹത്തിന്റെ സഹോദരനാണ്. വളരെ ഒറ്റയിരിപ്പ് വായിക്കാൻ പറ്റുന്നത്. പക്ഷെ അതൊരു ഇപ്പോഴും ഹിമവാന്റെ മടുത്തട്ടിൽ പൂർണ്ണ ബുക്സ് TBS അത് വിൽക്കുന്നുണ്ട് ആ പുസ്തകം. വളരെ എന്താ പറയണ്ട ഓരോ അനുഭവങ്ങളും. ഒരിക്കലും ഒരു മനുഷ്യനുമായിട്ട് ഒരു ദിവസം മൊത്തം നടക്കുകയാണ്, അയാൾ ശൂലം കയ്യിൽ പിടിക്കുന്നു. അവസാനം കുറെ ആയപ്പോൾ അയാൾക്ക് ഭ്രാന്തായിട്ട് ഈ ശൂലം കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ സ്കൂളിന് മുന്നിൽ കൂടെ പോകുന്നു. ഇപ്പം ഞാനൊക്കെ പലപ്പോഴും ടൂറിലൊക്കെ പോകുമ്പം ഓരോ പർവ്വത പ്രദേശങ്ങളിൽ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും.
അപ്പൊ അതുപോലെ ഈ ഒരു 5 പുസ്തകങ്ങൾ, കാരണം അതിന്റെ അനുഭവത്തിന്റെ എല്ലാവർക്കും അറിയാവുന്ന ബുക്ക് ആയതുകൊണ്ട് ആദ്യമേ SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ, ശ്രീധരന്റെ അത്, മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷകള്, MT വാസുദേവൻ നായരുടെ മഞ്ഞ്, ലളിതാംബികയുടെ അഗ്നിസാക്ഷി, പിന്നെയുള്ളത് രാജൻ കാക്കനാടിന്റെ ഹിമവാന്റെ മടുത്തട്ടിൽ. ദയവായിട്ട് ഈ ഏതെങ്കിലും പുസ്തകങ്ങൾ, ഞാൻ അതിന്റെ കഥാസംഗ്രഹം കുറച്ചു നേരം പറഞ്ഞുള്ളൂ, പക്ഷെ 5 പുസ്തകങ്ങളും എന്നെ ടച്ച് ചെയ്ത ബുക്കുകളാണ്. കാരണം ചിലതൊക്കെയോ എഴുത്തുകാരന്റെ അംശമാണല്ലോ ഒരു ആത്മകഥ എന്ന് പറയുന്നത്. മറ്റേത് ഡയറക്റ്റ് അദ്ദേഹം പറഞ്ഞു, SK പൊറ്റക്കാടും മഹാത്മാഗാന്ധിയും പറഞ്ഞു. പക്ഷെ ബാക്കിയെല്ലാം എല്ലാവരുടെയും നമ്മുടെയൊക്കെ ഒരു ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു എംപത്തൈസിങ് മൈൻഡ്, അതൊക്കെ വന്നത് ഈ ബാക്കി 3 പുസ്തകങ്ങളാണ്. എന്നെ ശ്രമിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു ജോസഫ് സാർ. സാബു സാറേ, ഞാൻ ഒരു 2 മിനിറ്റ് എടുത്തോട്ടെ? പിന്നെ തീർച്ചയായും. ഓക്കെ. അതുപോലെ ഒരു സെക്കൻഡ് മാം ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നു സ്നേഹത മാം ഉണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ സുബോധനനുണ്ട്, അതുപോലെ തന്നെ ജിബു ആൻഡ് റോഷ്നി. പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡി ആയിക്കോളൂ. ഗിരിജ മാം പറയും. ഞാന് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് തൃപ്പൂണിത്തുറ ആസ്ഥാനമാക്കിയിട്ട് ഒരു വേദിയുണ്ട്, ചൈൽഡ് എന്ന് പറഞ്ഞിട്ട്, സെന്റർ ഫോർ ഹെൽത്ത് ഇന്റലിജൻസ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ നമ്മൾ എല്ലാ തിങ്കളാഴ്ചകളിലും 7 മണി മുതൽ 8 മണി വരെ ഓഫ്ലൈൻ ആയിട്ട് കൂടി ഒരു പുസ്തകം അവതരിപ്പിക്കും. അതിനെ പറ്റിയുള്ള ചർച്ചകള്, ഫീഡ്ബാക്ക്, ആ പുസ്തകം വായിച്ച ആൾക്കാർ അതിനെ കൂട്ടിച്ചേർക്കുക, എന്തെങ്കിലും അങ്ങനെയായിട്ട് 1 മണിക്കൂർ ഞങ്ങൾ ചെലവഴിച്ചുകൊണ്ട് പൊക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഈ കോവിഡ് ബാധിച്ചത്. അതിനുശേഷം ഞങ്ങളത് ഓൺലൈൻ ആക്കി. ഇപ്പോഴത് തുടർന്ന് പോകുന്നുണ്ട്. ഇതിൽ ആൾക്കാർക്ക് പങ്കെടുക്കണമെങ്കിൽ വരാം, പ്രസന്റ് ചെയ്യാം. അങ്ങനെ ഒരു വേദിയാണ് അത്. അതിനോടൊപ്പം ചർച്ചകളും അവര് തന്നെ പരിചയപ്പെട്ട വേറെ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടും. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു പുസ്തകം ആരോഗ്യനികേതനം, മറ്റേ താരാശങ്കർ ബാനർജിയുടെ. അസാധ്യമായിട്ടുള്ള ഒരു പുസ്തകമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 10 വർഷം മുമ്പാണ് അത് വായിച്ചത്. കോട്ടയ്ക്കല് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവിടെ കിടന്നപ്പോൾ അത് സിനിമ ആക്കിയിട്ടുണ്ട് കേട്ടോ. പേര് ഞാൻ മറന്നുപോയി. മറ്റേ നെടുമുടി വേണുവും മറ്റേ രോഹിണി ഹൃദയത്തിന്റെ ഒക്കെ ആയിട്ട് അഭിനയിച്ച ഒരു ഇത്, ഈ നാഡി മിടിപ്പ് കണ്ടുകൊണ്ട് നോക്കിയിട്ട് മരണം നിശ്ചയിക്കുക എന്നുള്ളത്. എന്ത് രസമായിട്ട് അത് എഴുതിയിരിക്കണം ആ പുസ്തകത്തില്. അത് മരണത്തിനെ ഭയക്കേണ്ട ഒരു സംഗതിയല്ല എന്നും നമ്മുടെ പൂർവികന്മാരുടെ അടുത്തേക്ക് കാണാൻ പോകുന്ന രീതിയിലൊക്കെ ആയിട്ട് അതിനെ അവിടെ ഇവിടെയായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ അച്ഛൻ മരിച്ചത് 92-ാമത്തെ വയസ്സിലാണ്. അച്ഛന് ഈ മരണഭയം നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം ആശങ്ക തോന്നിയ പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുസ്തകത്തിൽ വളരെ ഗംഭീരമായിട്ട് അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. രസകരമായിട്ടുള്ള കുറെ വായനാനുഭവം പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണത്. അപ്പൊ സമയം കിട്ടുമ്പോഴോ ഒക്കെ ആയിട്ട് പുസ്തകം കിട്ടുവാണെങ്കിൽ വായിക്കണം. മിക്കവാറും ലൈബ്രറികളിലൊക്കെ ഉണ്ട് കേട്ടോ, പബ്ലിക് ലൈബ്രറികളിലൊക്കെ ഉണ്ട്. അത് കുറെ വർഷങ്ങളായതുകൊണ്ട് എനിക്കൊരു ചെറിയ ഓർമ്മകളേ ഉള്ളു. അതില് പല പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളും ഉണ്ട്. എങ്ങനെയാണ് അതിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്, ഈ നാടി നോക്കി പറയുന്ന ഒരു വൈദ്യരും ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ഒരു വൈദ്യരും ഒരു ഡോക്ടറും തമ്മിലുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റും ചർച്ചയുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമാകുന്നില്ല, സ്വന്തം മകന്റെ പോലും പറയുന്നുണ്ട്. അതൊക്കെ വളരെ ഒരു ത്രട്ടനിങ് ആയിട്ടുള്ള ഒരു അനുഭവമായിട്ടൊക്കെ ആയിട്ട് അതിന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു അനുഭവമായിട്ട് തോന്നി. ഞാൻ ബസ്സിൽ തിരിച്ചു വരുമ്പോഴാണ് ഇത് കയറിയത്. ഞാനിപ്പോ വീട്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ പെട്ടെന്ന് എല്ലാരും കൂടെ പറഞ്ഞപ്പോ എനിക്കിതൊന്ന് പറയണം എന്ന് തോന്നി. തന്ന സന്ദർഭത്തിന് നമ്മുടെ സാബു സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സർ. അടുത്ത ആൾക്ക് അല്പസമയം. താങ്ക് യു ഗിരിജ മാഡം. അടുത്ത ആൾക്ക് സമയം പോലെ കയറാം. ഡോക്ടർ സുബോധനുണ്ടോ? ഡോക്ടർ പറയും. സാറേ, ഞാൻ ഒരു പുസ്തകത്തെ പറ്റി പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ പെട്ടെന്നൊരു ഈ ഗ്രൂപ്പിലേക്കൊന്ന് കയറി ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ എനിക്കൊരു വലിയ സന്തോഷം.
പല വിധത്തിലുള്ള പുസ്തകങ്ങളുടെ ഒരു അവതരണം കേൾക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും ആത്മീയതയും അതുപോലെ മുഹമ്മദ് അലി MTയുടെ പുസ്തകത്തെ പ്രസന്റ് ചെയ്തതൊക്കെ എനിക്ക് വല്ലാതെ ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നു. അതേപോലെ അവതരിപ്പിക്കാൻ ശേഷിക്കുറവ് കാരണം ഞാൻ പറയുന്നില്ല, ഇത് കേട്ടുകൊണ്ടിരിക്കാം. താങ്ക് യു. അടുത്ത ആരാണ്? പറയട്ടെ സാർ, പറയൂ പറയട്ടെ. പറയൂ പറയൂ. കേക്കാമോ? കേക്കാമോ? എനിക്ക് കേക്കാം. വായന ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പഠിച്ചതുമായ ഒരുപാട് പുസ്തകങ്ങളിലെ നല്ല കവിതകളും കഥകളും ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കീറ്റ്സിന്റെ ഒരു 4 വരി മാത്രം പറയുകയാണ്. ഓ ടു ദ നൈറ്റിംഗേൽ, മൈ ഹാർട്ട് ടേക്സ് ആൻഡ് എ ഡ്രൗസി numbness pains my sense, as though hemlock I had drunk, or emptied some dull opiate into the veins, not being envy of thy happy lots, but being too happy in thy happiness. കീറ്റ്സ് നൈറ്റിംഗേലിനോട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കുന്നു, പക്ഷെ എന്തോ ഓപ്പിയേറ്റ് വെയിനി കുത്തിവെച്ചത് കൊണ്ടല്ല, അതുപോലെയുള്ള ഒരു സെൻസാണ്. പിന്നെ അതിന്റെ പാട്ട് കേട്ടിട്ട് അദ്ദേഹത്തിനുണ്ടായ സന്തോഷമാണ്, envy-അല്ല, ടു ഹാപ്പി ഇൻ ദൈ ഹാപ്പിനെസ്. ഈ വരികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഷേക്സ്പിയർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഷേക്സ്പിയറുടെ ഒരു ട്രാജഡി ഒന്നും ഇതിനകത്ത് പറയാൻ സമയമില്ലല്ലോ, എന്നാലും എനിക്ക് ഹാംലെറ്റ് ആണ് ഏറ്റവും ഇഷ്ടം. അതിലെ ഒരു 4 വരി ഞാൻ പറയുകയാണ്. To be or not to be, that is the question. Whether it is nobler in the mind to suffer the slings and arrows of an outrageous fortune, or to end them by opposing. ഇത് ഏതാണ് ചെയ്യേണ്ടത്? എല്ലാം സഫർ ചെയ്യണോ, അതോ അതിനെ ഒപ്പോസ് ചെയ്ത് ചെയ്യണോ? അപ്പോ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, അതാണ് ഹാംലെറ്റിലുള്ളത്. പിന്നെ ഈ വായനയ്ക്ക് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും സമയം കിട്ടാറില്ല. പഠിച്ചപ്പോഴും സമയം ഉണ്ടായിരുന്നു, ഇപ്പൊ തീരെ ഇല്ല. അപ്പോ റോബർട്ട് ഫ്രോസ്റ്റിന്റെ വരികളാണ് ഞാൻ അതിന് ഓർക്കുന്നത്. Woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep, and miles to go before I sleep. ഈ വരികള് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഏതോ ഒരു ബുക്കില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് സ്നേഹലത, ഞാനൊരു അധ്യാപികയായിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. ജബു ആൻഡ് റോഷ്നി. റോഷ്നി മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. സാറേ, ഞാൻ പറയുന്നൊന്നും കേറിയതല്ല, ഞാൻ കേൾക്കാമെന്ന് ഓർത്ത് കേറിയതാ. ഞാൻ റെഡിയല്ല. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും? ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അന്നമ്മ ആൻഡ് ജോൺ. ഓക്കെ, തീർച്ചയായും വളരെ സന്തോഷം. വളരെ മനോഹരമായ ഒരു സെഷൻ. 4 മുതൽ 6 മണി വരെ നിർത്താതെ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് വളരെ കൃത്യമായി പുസ്തകങ്ങളെ കുറിച്ച് പറയാൻ എല്ലാവർക്കും അത്യുത്സാഹമാണെന്ന് നമുക്കത് തിരിച്ചറിയാൻ സാധിച്ചു. വായനാ ദിനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കോട്ടയം യൂത്ത് ത്രീയുടെ ഭാഗമായിട്ട് നടത്താൻ സാധിച്ചതിലും വളരെ സന്തോഷം. അപ്പൊ ഈ പ്രോഗ്രാമിന് വന്നു ചേർന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കിനെ കുറിച്ച് മാത്രം 1 മിനിറ്റ് ഒന്ന് പറയാം. മാൻ സെർച്ച് ഫോർ ദ മീനിങ് എന്ന് പറഞ്ഞ വിക്ടർ ഫ്രാങ്ക്ലിന്റെ ഒരു ബുക്കുണ്ട്. ഗാസ് ഹിറ്റ്ലറിന്റെ തലവറയിൽ നിന്ന് ഒരു പുസ്തകം രചിച്ച ആ വ്യക്തി, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചുള്ള അർത്ഥം തിരഞ്ഞെടുക്കുന്നത്, ലോഗോ തെറാപ്പി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഒരു തെറാപ്പി, ഇതെല്ലാം അദ്ദേഹത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അദ്ദേഹത്തിന്റെ ബുക്ക് മാൻ സെർച്ച് ഫോർ ദ മീനിങ് ആണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ബുക്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ ജോസഫ് സാർ കൺക്ലൂഡ് ചെയ്യാം. സാറേ, നമ്മുടെ കലാശക്കോട്ടായിട്ട് നമ്മുടെ മാഡത്തിന്റെ ചോദ്യങ്ങളാകുമ്പോൾ അതനുസരിച്ച് എല്ലാവർക്കും പങ്കെടുക്കാമല്ലോ. മാഡം തീർച്ചയായും. മാഡം, ശോഭന മാഡം തയ്യാറാണോ? ചോദ്യങ്ങളുമായിട്ട് പുതിയ അംഗങ്ങൾ വന്നിട്ടുണ്ട്. ഉത്തരം പറയാനായിട്ട് മാഡത്തിലേക്ക് കൈമാറുന്നു മൈക്ക്. താങ്ക് യു സർ. അപ്പോ 3-4 ചോദ്യം കൂടി ചോദിക്കാം, എല്ലാരും പോകാറായിരിക്കല്ലേ. അപ്പോ ഇതാണ് ആദ്യത്തെ ചോദ്യം. കേട്ടോളൂ. തടവറയുടെ പശ്ചാത്തലത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ സിനിമയായത് ഏതാണ്? തടവറയുടെ
മതിലുകൾ, ശരിയായ ഉത്തരം മതിലുകൾ. അപ്പൊ അടുത്ത ചോദ്യം, 2019 ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് ആർക്കാണ്? 2019 ONV അല്ല, അല്ല. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിനാണ് കിട്ടിയത്. അക്കിത്തം. കറക്റ്റ് ആൻസർ, അക്കിത്തം. അക്കിത്തം തന്നെയാണ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, അടുത്ത ചോദ്യം, 1 best book is equal to 100 good friends. 1 best book is equal to 100 good friends. ആരുടെ വാക്കുകളാണ്? മലാല അല്ല, അല്ല, എബ്രഹാം ലിങ്കൻ ആണോ? അല്ല, ഇവിടെ തന്നെയുണ്ട്, ഇവിടെ തന്നെയുള്ള ആളാ. APJ അബ്ദുൽ കലാം. അത് തന്നെ, കറക്റ്റ് ആൻസർ, APJ. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച APJ. അപ്പൊ അടുത്ത ചോദ്യം, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. ബൃഹത്ത്. എന്തോ? ബൃഹത്ത്. ബൃഹത്. ഓക്കെ, ബ്രതോൾഡ് ബൃഹത്, കറക്റ്റ് ആൻസർ. അപ്പോ എല്ലാരും പോകാനിരിക്കുന്നോണ്ട് വേണം ഇനി. മതി മാം. മാം ഒരു നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മാർക്കൊക്കെ കൂട്ടി നോക്കി പറഞ്ഞേക്കണം കേട്ടോ, ആർക്കാ കൂടുതൽ കിട്ടിയെന്നൊക്കെ അറിയണം. നമുക്കിനി അടുത്ത ഗെറ്റ് ടുഗദറിന് അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദി. കാരണം ഇത്ര ഭംഗിയായിട്ട് ഓരോരുത്തരും ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് എത്ര നന്നായിട്ടാണ് അവതരിപ്പിച്ചതെന്ന് ഞാൻ ഓർക്കുന്നത്. അപ്പൊ നമ്മുടെ ആ മുഹമ്മദ് അലി സാർ അല്ലേ, സാറിന്റെ ആ എന്താ പറയാ, എത്ര ഇൻവോൾവ് ചെയ്തു ആ പുസ്തകം വായിച്ചിട്ട് അത് സ്വന്തം ജീവിതമായിട്ട് അതിനെ മാറ്റി സാർ അത് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ അത് എത്രയും പെട്ടെന്ന് വായിക്കണം തോന്നിപ്പോകുന്നു. അതുപോലെ ഓരോരുത്തരുടെയും പ്രസന്റേഷൻ വളരെ ഭംഗിയായിരുന്നു, വളരെ നന്നായിരുന്നു. ഇനിയും ഇനിയും കൂടുതൽ ബുക്കുകൾ വായിക്കണം എന്ന ഒരു ആവേശം നമ്മളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു എല്ലാവരുടെയും ആ പിന്നെ എന്താണ് ബുക്കിനെ കുറിച്ചുള്ള ആ സംസാരം, പിന്നെ പ്രകീർത്തിച്ചതൊക്കെ. എത്രയായാലും എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. സാബു സാറിന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതിന് നന്ദി. ജോസഫ് സാറിന് ഇങ്ങനെ ഒരു അവതരണത്തിന് മുന്നോട്ട് വന്നതിന് നന്ദി. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇത് മുന്നോട്ട് ഏതാണ്ട് ഒരാഴ്ചക്കാലം ഉണ്ടല്ലോ അല്ലേ? ജൂൺ 20 എത്ര വരെയാണ് വായനാ വാരം? 5 ദിവസം. 5 ദിവസം. അപ്പൊ നമുക്ക് ഇനി ഒന്നുകൂടി കൂടായിരിക്കും. നമ്മുടെ സാബു സാറ് അതിനുള്ള പ്ലാൻ ചെയ്യുമായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. വായിച്ച് വളർന്ന് നമ്മൾ ഒരുപാട് നല്ല നിലയിൽ എത്തിച്ചേരട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം മാഡം.